ദൈവത്തിന് സ്തുതി. അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഒരു ദിവസത്തിലേക്ക് ദൈവം തമ്പുരാൻ അതിൻ്റെ സായാഹ്നത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നുവല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട ജിജി അച്ഛൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും പ്രത്യേകമായ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ അച്ഛന്മാരെ ഞാൻ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ കൺഫ്യൂഷനിലാണ്. ഒരു 4 പേരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. പ്രിയപ്പെട്ട ജിജി അച്ഛൻ വളരെ വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടെ എന്നെ കരുതുന്ന ഒരാളാണ്. അത് ഇപ്പോൾ മാത്രമല്ല, കുറേ കാലങ്ങളായി അച്ഛൻ്റെ സ്നേഹവും സൗഹൃദവും ഒക്കെ അനുഭവിപ്പാൻ എനിക്കിടയായിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു സുഹൃത്തു കൂടെയാണ് പ്രിയപ്പെട്ട അച്ഛൻ. അച്ഛൻ കണ്ണൂരൊക്കെ ശുശ്രൂഷ ചെയ്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അച്ഛൻ കണ്ണൂർ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഭാര്യാഗ്രഹം കണ്ണൂരാണ്. അപ്പോൾ ആ ഭവനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അച്ഛൻ നിന്നതൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്നേഹവാത്സല്യങ്ങളൊക്കെ ഒത്തിരി അവർക്ക് ലഭ്യമായതൊക്കെ ഓർക്കുന്നു. അതെല്ലാം ഈ സമയത്ത് എൻ്റെ മനസ്സിലൂടെ വരുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ അച്ഛനെക്കുറിച്ച് ധാരാളം മനസ്സിലാക്കാനായിട്ടൊക്കെ ഇടയായിട്ടുണ്ട്. കുടുംബത്തിനൊക്കെ ആവശ്യങ്ങളും ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോൾ അച്ഛൻ ധീരമായി അവരോട് കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്തത് ഈ സമയത്ത് ഓർക്കുന്നു. പ്രിയപ്പെട്ട എബ്രഹാം സക്രിയ അച്ഛൻ എൻ്റെ നാട്ടിൽ, പാണ്ടനാട്ടിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. സെൻറ്റ് തോമസിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അച്ഛൻ മലങ്കര സഭയുടെ ഒരു നല്ല കൗൺസിലർ, ഉപദേശകനുമാണ്. അച്ഛനോട് സംസാരിക്കുന്നതും അച്ഛനോട് ഇടപെടുന്നതും തന്നെ ഒരു വലിയ സൗഖ്യദായക ശുശ്രൂഷയിൽ പങ്കുചെയ്യുന്നത് പോലെയാണ്. അച്ഛനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട റോഷൻ അച്ഛൻ മധുര ഗായകനാണ്. അച്ഛനും ഞങ്ങൾക്ക് ഒന്നിച്ച് കുറേ കാലം US ആയിരിക്കാനായിട്ട് ദൈവം ഇടയാക്കി. അച്ഛനൊരു അഗ്രഗണ്യനാണ്. എല്ലാ മേഖലയിലും അച്ഛൻ കൈവയ്ക്കും. എല്ലാ കാര്യങ്ങളും നല്ല വൈബ്രൻ്റായിട്ട് ചെയ്യും. നല്ലൊരു സംഘാടകൻ, ഗായകൻ, പ്രഭാഷകൻ എന്നുള്ള നിലയിലൊക്കെ അച്ഛന് തീരാത്ത വിശേഷണങ്ങളുണ്ട്. അച്ഛനെ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട ജസ്റ്റിൻ അച്ഛൻ, ഞാൻ കുറേ കാലയളവിൽ സെമിനാരിൽ പഠിക്കാൻ ദൈവം ഇടയാക്കി. അച്ഛൻ വളരെ ശാന്തനും വളരെ കൃത്യതയോടും ഹൃദ്യതയോടും കൂടെ പ്രവർത്തിക്കുന്നയാളുമാണ്. സെമിനാരിലും അച്ഛൻ അതങ്ങനെയായിരുന്നു. അച്ഛൻ നല്ലൊരു വോളിബോൾ പ്ലെയർ ആയിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അച്ഛനിപ്പോൾ കളിക്കുന്നുണ്ടോ എന്നും എനിക്കറിയത്തില്ല. പക്ഷേ അച്ഛൻ നല്ലൊരു പ്ലെയർ ആയിരുന്നു. ഞങ്ങളോടൊപ്പം അച്ഛൻ കളിച്ചതും ഒക്കെ ഞാൻ ഓർക്കുന്നു. അങ്ങനെയുള്ള ഒത്തിരി ഓർമ്മകൾ സെമിനാരിയുമായി ബന്ധപ്പെട്ടുമൊക്കെ ബഹുമാനപ്പെട്ട അച്ഛനുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ട്. അതെല്ലാം ഒന്ന് പുതുക്കാനായിട്ടൊക്കെ ഈ സമയം ഇടയായി. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് സ്നേഹമുള്ള പല ആളുകൾ, പ്രിയപ്പെട്ടവരൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെല്ലാം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഗായക സംഘം മനോഹരമായിട്ട് പാടി, കീബോർഡ് വായിച്ചയാൾ അത് മാക്സിമം എങ്ങനെ അതിനെ ഗംഭീരമാക്കാൻ നോക്കി. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തമ്പുരാൻ ഇടവകയെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ചെറിയ പ്രായത്തിൽ, ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥി കുഞ്ഞായിരിക്കുമ്പോൾ, എൻ്റെ വല്യപ്പച്ചൻ, എൻ്റെ അപ്പൻ്റെ അപ്പൻ എന്നെ മാരാമൻ കൺവെൻഷന് കൊണ്ടുവരും ചെറിയ പ്രായത്തിൽ. അപ്പോൾ അന്ന് കുഞ്ഞാനാളിലൊക്കെ ഉണ്ടായിരിക്കുന്ന പഞ്ചായിരിക്കുന്ന പ്രായത്തിലൊക്കെയാണ്. അന്ന് മാരാമൻ കൺവെൻഷൻ വരുമ്പോൾ ഉള്ള അട്രാക്ഷൻ എന്തായിരിക്കും? പ്രസംഗമാണോ? അല്ല, അത് സത്യസന്ധമായിട്ടുള്ള കാര്യം പറയണമല്ലോ. അപ്പച്ചൻ കൊണ്ടുവരുമ്പോൾ ഉറപ്പായിട്ടും നമുക്കറിയാം, കൊണ്ടുവരുന്ന വഴിക്കുള്ള കടകൾ, മാരാമണ്ണിലെ ആ ഒരു ഓട്ടം ഉണ്ടല്ലോ അത്, പിന്നെ അവിടുന്ന് കിട്ടുന്ന പല പല സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രധാന ആകർഷണമെങ്കിലും മാരാമൻ കൺവെൻഷനിൽ ഒരിക്കൽ എന്നെ കൊണ്ടുവന്നപ്പോൾ ഈ വല്യപ്പച്ചൻ അവിടെ നിന്ന് എന്നെ നടത്തി ഇവിടെ കൊണ്ടുവന്ന് ഈ പള്ളിയുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇതാണ് മാരാമൻ പള്ളി, ഇതാണ് നമ്മുടെ സഭയുടെ ചരിത്രമുറങ്ങുന്ന പള്ളി, ഈ പള്ളിയിൽ നിന്നാണ് നവീകരണമൊക്കെ ആരംഭിക്കുന്നത്. വേറെ വാക്കുകളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു തന്നത് ഞാൻ ഓർക്കുന്നു. 585 ഇടവക ദിനം ആഘോഷിക്കാൻ പോകുന്ന ഇടവകയിൽ ഇപ്പോൾ ഈ പള്ളിയുടെ നടുവിൽ നിൽക്കുമ്പോൾ അന്ന് നിന്ന എൻ്റെ വല്യപ്പച്ചൻ്റെ കൈപിടിച്ച് നിന്ന അതേ ഒരു ബാലകൻ്റെ പകപ്പോടുകൂടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഈ ഇടവക, ഈ ഇടം ഒരുപാട് മനുഷ്യരുടെ കണ്ണുനീർ വീണതും ഒരുപാട് മനുഷ്യരുടെ നിലപാടുകൾക്ക് ഉറപ്പ് നൽകിയതും തമ്പുരാൻ്റെ കൃപ ധാരാളമായി അനുഭവിച്ച ഒരു സ്ഥലമാണെന്നുള്ള ബോധ്യം എന്നെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവനാക്കി മാറ്റുന്നുണ്ട്. ഈ ഇടവകയിലെ അംഗങ്ങളായ നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തമ്പുരാൻ സമൃദ്ധിയായി തുടർന്നും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇവിടുന്ന് ഇനിയും തലമുറകൾ കർത്താവിൻ്റെ നാമത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയും അവരെല്ലാം ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും വ്യാപിക്കത്തക്ക തരത്തിൽ കർത്താവിൻ്റെ സുവിശേഷം എഴുതുന്ന പരിലസിപ്പിക്കുന്ന മനുഷ്യരായി മാറാൻ തമ്പുരാൻ കനിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇൻട്രൊഡക്ഷൻസൊക്കെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നീണ്ടുപോകുന്ന ഇൻട്രൊഡക്ഷൻസ് അരോചകമാണ് എന്നുള്ളത് ആരും പറയാതെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അതെല്ലാം അവസാനിപ്പിക്കുന്നു.
നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത് നമ്മളിന്ന് വായിച്ചു കേട്ട ഭാഗമാണ്. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മൾ ഉപയോഗിച്ച ഭാഗം സങ്കീർത്തനങ്ങൾ 34 സങ്കീർത്തനങ്ങൾ 34 ഒരു പക്ഷേ നമ്മളിൽ അധികം പേർക്കും കാണാതെ അറിയാവുന്ന ഒരു സങ്കീർത്തനമാണിത്. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന മനോഹരമായ ഒരു സംഗീതം, ഒരു പാട്ട്. ആ പാട്ടാണത്. ആ പാട്ടിൻ്റെ 3 വാചകങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ട്. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒരാൾ വായിക്കാമോ? എൻ്റെ നാവിന്മേലിരിക്കും. 1-ാമത്തെ വാക്യം അതാണ്. അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കാമോ? മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. 22-ാമത്തെ വാക്യം. ശിക്ഷ അനുഭവിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാമോ? അതോ ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുമോ? ഒന്നിച്ച് പ്രാർത്ഥിക്കും. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. എല്ലാ തൊണ്ടകളും ശബ്ദിക്കട്ടെ, എല്ലാ നാവുകളും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾ ഒന്നിച്ചു കൂടുമ്പോൾ അത് 2-3 പേരായിരുന്നാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ടോ എന്നറിയവനായ ദൈവം അധികാരമുള്ള സിംഹാസനവുമായി നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം തമ്പുരാന്റെ പ്രേരണ നമ്മുടെ ജീവിതാനുഭവങ്ങൾക്ക് ശക്തിയാകുവാൻ തക്കവണ്ണം അവൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ സംഗീതവും കൊട്ടയുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തരുന്ന എല്ലാ കരുണകൾക്കും കൃപകൾക്കുമായിട്ടും സ്തോത്രം. ദിനംപ്രതിന്റെ കൃപയിലായിരിക്കാൻ ഞങ്ങൾ ഇടയാക്കുന്നതിന്റെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഈ സായാഹ്നത്തിൽ, ഈ സന്ധ്യയിൽ ഞങ്ങളുടെ ഇടയിലേക്ക് നിന്റെ അധികാരമുള്ള സിംഹാസനവുമായി നീ ഇറങ്ങി വന്നിട്ടുള്ളത് കൂടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിത ഇടങ്ങളെ നീ ഒന്ന് രൂപപ്പെടുത്തണമേ. ഞങ്ങൾ ജീവനുള്ളവരായും ജീവൻ പ്രാപിച്ചവരായും പുതുക്കമുള്ള ഹൃദയമുള്ളവരായും മാറുവാൻ ഇന്നത്തെ വചനകേൾവിയിലൂടെ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ ഒഴിഞ്ഞിരിക്കുന്ന ഹൃദയപാത്രങ്ങളിലേക്ക് ഹല്ലേലൂയ നിന്റെ വചനത്തിന്റെ മാരി അയച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടതടവില്ലാതെ സ്തുതിക്കുവാനും വായ തുറന്ന് സ്തോത്രം ചെയ്യുവാനും നീ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങളെ നിരന്തരമായി ഓർപ്പാനും ഞങ്ങളെല്ലാവരും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിന്നെ അറിഞ്ഞവരായും നിന്റെ മുഖം ദർശിച്ചവരായും കണ്ട് നന്നായി ഗ്രഹിച്ച് മനസ്സിലാക്കി ലോകത്തിൽ പ്രതിഫലിപ്പിക്കുന്നവരുമായി തീരുവാൻ ഹല്ലേലൂയ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ തുറക്കണമേ. അതുവഴി നല്ല മനുഷ്യരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹാ മൂലമുള്ള പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഒരു മനുഷ്യൻ യാത്ര ചെയ്തു പോവുകയാണ്. യാത്ര ചെയ്തു പോകുമ്പോൾ ആശ്വാസമല്ല, വലിയ കലുഷിതമായ ഹൃദയ വിചാരങ്ങളാണ് മനുഷ്യനെ ഭരിക്കുന്നത്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ പേര് ദാവീദ് എന്നാണ്. ദാവീദ് ഓടിയ ഓട്ടത്തിന്റെ കഥയൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് അതിന്റെ ഭാഗങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എന്നാൽ ദാവീദ് അങ്ങനെ ഓടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദാവീദിനൊരു കാര്യം അറിയാം. ദൈവമേ, ഞാനും മരണവും തമ്മിൽ ഒരു കൈപ്പാടകലം മാത്രമാണ് ഉള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓട്ടമാണിത്. കാരണം കാലികളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളിലും മലയുടെ ചരവുകളിലും ഒക്കെ നടന്നപ്പോൾ യാതൊരു പ്രതിസന്ധിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ദിവസം ഒരിടത്ത് വെച്ച് ഈ മനുഷ്യന്റെ ജീവിതം അങ്ങ് രൂപപ്പെട്ടു. ആ മനുഷ്യന്റെ ജീവിതം ഒരു യൂട്ടേൺ അടിച്ചു. അങ്ങനെ വന്നു നിന്നപ്പോൾ അവൻ കണ്ടൊരു ഗോലിയാത്തിനെ വീഴ്ത്തിയതിനു ശേഷം ഇവൻ ഇങ്ങനെ നഗരപ്രാന്തത്തിലേക്ക് പ്രവേശിച്ച് നടന്നു പോകുമ്പോൾ ഒരു കൊയർ പാട്ടുപാടി, അല്ലേ, നമ്മൾ കാണുന്നത് സേവിയാ സംഘത്തിന്റെ കൊയർ പാട്ടുപാടി. അവരെല്ലാം പാട്ടുപാടിയപ്പോൾ അതിൽ 2 വാചകങ്ങൾ ഉണ്ടായിരുന്നു. അതിലെ പ്രധാന വാചകം എന്തായിരുന്നു? ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഇതായിരുന്നു അന്ന് എഴുതി വെച്ചിരുന്ന പാട്ട്. ആ പാട്ട് കേട്ടപ്പോൾ ഒരാൾക്ക് സന്തോഷമായി, മറ്റേ ഭാഗത്ത് നിൽക്കുന്നയാളിന് സങ്കടമായി. സങ്കടപ്പെട്ട അധികാരമുള്ളവനായിരുന്നുകൊണ്ട് സിംഹാസനത്തിൽ പോയിരുന്നിട്ട് അവൻ എന്താണ് അവൻ കുന്തമെടുത്തത്? ഈ ദാവീദിനെ കൊല്ലാതെ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതിനുശേഷമുള്ള കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് കാടുകളിൽ നിന്ന്, വനത്തിൽ നിന്ന് വനാന്തരങ്ങളിലേക്കും മലകളിൽ നിന്ന് അതിന്റെ ഉയരങ്ങളിലേക്കുമൊക്കെ വല്ലാതെ പ്രയാണം ചെയ്തു പോകുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാം. അങ്ങനെ സങ്കടപ്പെട്ട് വേദനപ്പെട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ദൈവമേ, എന്തിനു നീ എന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു എന്ന്
അത് ചോദിച്ചു പോകുന്ന ഒരു മനുഷ്യന്റെ ചിത്രവും നമ്മൾ ദാവീദിൽ കാണുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലങ്ങൾക്കിടയിൽ ഒരിടത്ത് വെച്ച് ഈ ദാവീദ് പിടിക്കപ്പെട്ടു. ഞാൻ പറയുന്നത് ഒരുപാട് വേഗതയായി പോകുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തിരിയുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. അപ്പോ ഇങ്ങനെ പോകുന്ന ഈ മനുഷ്യനെ ഒരിക്കൽ പിടിക്കപ്പെട്ടു. അങ്ങനെ പിടിക്കപ്പെട്ട മനുഷ്യൻ ഈ പിടിക്കപ്പെട്ട നാളിൽ നടന്നു പോകുമ്പോൾ 2 കിങ്കരന്മാർ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെന്ന് ഞാൻ ഭാവനയിൽ കാണുകയാണ്. അത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അവരങ്ങനെ നടന്നു പോകുമ്പോൾ ദാവീദിന് ഒരു കാര്യം നന്നായിട്ട് അറിയാം. പിടിച്ചിരിക്കുന്നത് അബീമേലെക്കിന്റെ കിങ്കരന്മാരാണ്. അബീമേലെക്കിന്റെ കിങ്കരന്മാർ അബീമേലെക്ക് എന്ന് പറയുന്നത് ശൗലിന്റെ കൂട്ടുകാരനാണ്. അങ്ങനെയാണെങ്കിൽ കൊട്ടാരത്തിൽ ചെന്നാൽ ഉടനെ തന്നെ ഇത് ദാവീദാണെന്ന് തിരിച്ചറിയുന്ന അബീമേലെക്ക് ഇവനെ എങ്ങോട്ട് വിടും? ശൗലിന്റെ അരികിലേക്ക് വിടും. ശൗൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുക? ഒരു കുന്തവും പിടിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ശൗലിന്റെ അരികിലേക്ക് ചെന്നാൽ താൻ വധിക്കപ്പെടുമെന്ന് നല്ല ബോധ്യമുള്ള ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് കണ്ണു നിറഞ്ഞു പറഞ്ഞ പ്രാർത്ഥനയാണ്, ദൈവമേ, ഞാനും മരണവും തമ്മിൽ ഒരു കൈപ്പാടകലം മാത്രമാണുള്ളത്. എന്നാൽ ദൈവത്തിന്റെ ദൂതന്മാർ അവനോട് ഇടപെടാൻ തുടങ്ങി. ദൈവത്തിന്റെ ദൂതന്മാർ അവനോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അബീമേലെക്കിന്റെ കൊട്ടാരത്തിന്റെ 1-ാം പടി കയറുമ്പോൾ ദാവീദ് പൊട്ടിച്ചിരിച്ചു. 2-ാം പടി കയറിയപ്പോൾ പൊട്ടിക്കരഞ്ഞു. 3-ാം പടി കയറിയപ്പോൾ കുട്ടിക്കരണം മറിഞ്ഞു. 4-ാം പടിയിൽ പിന്നെയും ചിരിച്ചു, പിന്നെയും കരഞ്ഞു, പിന്നെയും കുട്ടിക്കരണം മറിഞ്ഞു. ഒരേ സമയത്ത് കരയുകയും ചിരിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ മലയാളികൾ എന്നാ വിളിക്കും? പ്രാന്താന്ന സാഹചര്യത്തിൽ ശരിക്കും എന്നാ വിളിക്കും? അങ്ങനെയാണ് വിളിക്കുക. വട്ടനാണെന്ന് പറയും. ഇതാ ഈ മനുഷ്യനെ കണ്ടിട്ട് അബീമേലെക്കും ഇത് തന്നെ പറഞ്ഞു, എന്റെ ദേശത്ത് ഭ്രാന്തന്മാരുടെ എണ്ണം കുറവായതുകൊണ്ടാണോ ഒരുത്തനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കൊണ്ടുപോയി കളയാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന അതേ കിങ്കരന്മാർ തന്നെ ഈ മനുഷ്യനെ ഒരു മലയുടെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ച് താഴോട്ട് തള്ളിയിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഈ ദേശത്ത് കണ്ടുപോകരുത്. അങ്ങനെ ആ മലയുടെ ഉയരത്തിൽ താഴോട്ടോടി വരുമ്പോൾ 2 കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ദാവീദ് പറഞ്ഞതാണ്, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. ഞാൻ ഈ പറഞ്ഞത് ആ സങ്കീർത്തനത്തിന്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, വീട്ടിൽ ഒന്നുകൂടെ വായിച്ചോളാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി എന്റെ നാവിന്മേൽ ഇരിക്കും. ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു മനുഷ്യന്റെ പാട്ടാണത്. മരണത്തിന്റെ വക്രത്തിൽ നിന്നും ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ നിന്നും ഇരുട്ടിൽ വീണുപോയ ഇടങ്ങളിൽ നിന്നും ഹല്ലേലൂയ ഒരു മനുഷ്യനെ ദൈവം എടുത്ത് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയപ്പോൾ ആ പോകുന്ന വഴിയിൽ അവൻ സ്തോത്രം ചെയ്ത സങ്കീർത്തനമാണ് നമ്മൾ അങ്ങനെ അങ്ങോട്ട് വായിച്ചു വിട്ടത്. ഹല്ലേലൂയ. ഈ ദാവീദിനെ പിടിച്ചു നിർത്തിയിട്ട് നമ്മൾ ചോദിക്കണം, ദാവീദേ, ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിനക്ക് ഞങ്ങളുടെ ജീവിതത്തോട് പ്രത്യേകമായി എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങൾ 585-ാമത്തെ ഇടവക ദിനം ആഘോഷിക്കാൻ പോവുകയാണ്. എന്റെ പൊന്നു ദാവീദേ, നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ദാവീദ് നമ്മുടെ ഇടയിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്ന വാചകമാണ് 11. എന്തോ പറഞ്ഞത്? എനിക്ക് ചെവി തരുവീൻ. ഞാൻ എന്തോ പറഞ്ഞു തരും? യഹോവയുടെ നാമത്തെ കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. കാരണം എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഞാൻ ഇങ്ങനെ വല്ലാതെ വീർപ്പുമുട്ടലുമായി നടന്നു പോയപ്പോൾ, ഞാൻ നെടുവീർപ്പുമായി നടന്നു പോയപ്പോൾ, സങ്കടവും കണ്ണുനീരും കരച്ചിലുമായി നടന്നു പോയപ്പോൾ, എളിയവനായ എന്നെ ഉയർത്തിയ ദൈവം തമ്പുരാന്റെ മുഖത്തേക്ക് ഞാനൊന്ന് നോക്കിയിരുന്നു. ആ ദൈവം എന്നോട് പറഞ്ഞതിനെ ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. മക്കളെ, വന്നെനിക്ക് ചെവി തരിക. പ്രകാശിപ്പിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ആ ദൈവം എങ്ങനെ ഇരിക്കുമെന്നറിയാമോ? ആ ദൈവം എങ്ങനെ ഇരിക്കുമെന്ന് പറയുകയാണ് 22-ാമത്തെ വാക്യത്തിൽ. എന്തോ അവിടെ പറഞ്ഞത്? യഹോവയുടെ ദാസന്മാര് പ്രാണനെ വീണ്ടുകൊള്ളുന്നവനാണ്. അവൻ യഹോവയുടെ ദാസന്മാരുടെ പ്രാണനെ ഇരുട്ടിൽ എറിഞ്ഞു കളയുന്നവനല്ല, അതിനെ വീണ്ടെടുക്കുകയും അതിനെ വീണ്ടും രൂപപ്പെടുത്തുകയും അതിനെ രൂപാന്തരപ്പെടുത്തുകയും അതിനെ ഈ ലോകത്തിന് കൊള്ളാവുന്നതാക്കി മാറ്റുകയും ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തെ സ്തുതിക്കണം. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എപ്പോ ഒരു 5000 വാട്ട് സൗണ്ട്, ഒരു 5-6 കീബോർഡ്, 4 ബേസ് ഗിറ്റാർ, ഒരു 2-3 ടംബർ, പിന്നെ അതിലൂടെ ഒരാൾ ഇന്ന് പറ എന്ന് പറയുമ്പോൾ പറയേണ്ടതാണോ സ്തോത്രം? അല്ല. അങ്ങനെ പറഞ്ഞോ? എനിക്ക് വിരോധമൊന്നുമില്ല. അങ്ങനെ പറയേണ്ടതല്ല. ഈ എല്ലാ കാലവും മുഖം തെളിയിച്ച് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന തമ്പുരാൻ കർത്താവ്, ദാവീദ് ജീവിതത്തിൽ ഇരുട്ടിൽ കണ്ട വെളിച്ചമായിരിക്കുന്ന ദൈവം തമ്പുരാൻ, ഹല്ലേലൂയ, മരണത്തിന്റെ വായിൽ നിന്ന് അവനെ വിടുവിച്ചിട്ട് ഇസ്രായേലിന്റെ ഏറ്റവും വാക്കി മാറ്റിയ ഈ ദൈവം തമ്പുരാൻ, നീ എങ്കിലേക്ക് നോക്കൂ, ഞാൻ നിന്നെ പ്രകാശിപ്പിക്കുമെന്ന് പറഞ്ഞ ഈ ദൈവം തമ്പുരാൻ, തലമുറയായി കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ഈ ദൈവം തമ്പുരാൻ എന്റെ ജീവിതത്തോടും കരുണ കാണിക്കുന്നവനാണെന്ന് എനിക്ക്
ബോധ്യമുണ്ടാകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടേണ്ടതാണെന്ത്? ഹല്ലേലൂയ. എന്നിട്ടൊന്നും വരുന്നില്ലല്ലോ, എന്നിട്ടൊന്നും വരുന്നില്ലല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ചക്രങ്ങളിൽ തിരിഞ്ഞു പോകുമ്പോൾ അവിടെ ഇടങ്ങളിലൊക്കെ ഞാൻ വീണു പോകാവുന്ന ചില ഇടങ്ങളുണ്ടായിരുന്നു. ചോദ്യങ്ങൾ ഉണ്ടായിട്ടും ഉത്തരങ്ങൾ കിട്ടാതെ വല്ലാതെ ശ്വാസം മുട്ടിയ സ്ഥലങ്ങളുണ്ടായിരുന്നു. അടുത്ത ചുവട് എവിടെ വെക്കണമെന്നറിയാതെ വല്ലാതെ സങ്കടപ്പെട്ട ഇടങ്ങളുണ്ടായിരുന്നു. ഞാനും നിങ്ങളൊക്കെ ഈ പള്ളിക്കുള്ളിൽ ഇന്ന് വന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ, മറന്നു പോകരുത്, ദാവീദിനോട് ഇടപെട്ടിട്ട് ദാവീദിനെ വിട്ട് കളഞ്ഞൊരു ദൈവമല്ല ആ ദൈവം. അതേ ദൈവം കാലങ്ങളിലൂടെ സഞ്ചരിച്ച് എന്റെയും നിങ്ങളുടെയും ജീവിതത്തോട് ഇടപെട്ടത് കൊണ്ടല്ലേ ഞാനും നിങ്ങളും ഇപ്പോൾ ഇവിടെ 585 എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രമെന്ന 2 അക്ഷരങ്ങളല്ലാതെ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ വെക്കാൻ എന്താണ് നമുക്കുള്ളത്? യാതൊന്നുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യരായി ഈ ദേവാലയത്തിനുള്ളിൽ ഞാനും നിങ്ങളുമാകണം. ഞാനും നിങ്ങളും സ്തുതിക്കട്ടെ, അത് അടുത്ത തലമുറകൾ കാണട്ടെ. എന്നിട്ട് ഞാനും നിങ്ങളും ദാവീദ് പറഞ്ഞതുപോലെ പറയണം, മക്കളെ വന്ന് ചെവി തരിക, ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഞാനും നിങ്ങളും ചെവി തരാൻ കൊള്ളാവുന്ന മക്കളെ സൃഷ്ടിക്കുന്ന മനുഷ്യരായി മാറണം. ഹല്ലേലൂയ. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് എന്റെയും നിങ്ങളുടെയും ജീവിതാനുഭവങ്ങൾ രൂപപ്പെടേണ്ടത്, എങ്ങനെയാണ് രൂപപ്പെടേണ്ടത്, എവിടെയാണ് നമുക്ക് ചെറിയ ചെറിയ അപകടങ്ങൾ സംഭവിച്ചത്, അത് മാത്രം പറഞ്ഞു പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ദാവീദിനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ച ദൈവം തമ്പുരാൻ വേറെയും ചില മനുഷ്യരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ചരിത്രത്തിന്റെ ഇടയിൽ. അത് വളരെ വേഗം പറഞ്ഞു പോകാം എന്നാണ് എൻ്റെ ഒരു വിചാരം. നോക്കൂ, ഈ സ്ഥലം കർത്താവ് ദാവീദിന് കൊടുത്ത ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ അല്പം കൂടെ മാറി മുമ്പോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന വേറെ ചില മനുഷ്യരുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് വരുന്ന 3 ക്രമങ്ങളുണ്ട്. എൻ്റെ ഒരു വിചാരം, 3 സ്ഥലങ്ങൾ, ആത്മീയ ജീവിതത്തിന്റെ 3 ഇടങ്ങൾ. ആ ഇടങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനം. അത് കഴിയുമ്പോൾ ഈ ദാവീദ് പറഞ്ഞതുപോലെ ഒരു പാട്ടുപാടി ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധ്യമാകണം. ഒന്നാമത്തെ കാര്യം കുറിച്ചാണ്. ഞാൻ ആളിനെ കുറിച്ച് അങ്ങ് പറഞ്ഞേക്കാം. ആ ആളിന്റെ പേര് ഹന്ന എന്നാണ്. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഹല്ലേലൂയ പുറപ്പെടണമെങ്കിൽ, ദൈവത്തിന് വ്യക്തമായി കാണണമെങ്കിൽ ഞാനും നിങ്ങളും ഒന്നാമത് ആവേണ്ടത് ഹന്നായാണ്. ഹന്നായെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് 1 ശമൂവേൽ 1-ാം അധ്യായം 15, 16, 17, 18 വാക്യങ്ങൾ വായിച്ചാൽ ഹന്നായുടെ ജീവിതത്തിലെ ഒരു നിർണായകമായ ഘട്ടത്തെ അവിടെ അനാവരണം ചെയ്തിട്ടുണ്ട്. എന്താണ് അവിടെ കാണുക? 1:15 വായിച്ച്, 1 ശമൂവേൽ 1:15 മാത്രം. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അയ്യോ ഇനി എല്ലാവരും പറഞ്ഞിട്ട് എനിക്കൊന്നും തിരിയണില്ല. ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ ഞാൻ എന്നാ ചെയ്തു? എന്റെ ഹൃദയം പകരുകയായിരുന്നു. ദാവീദിനുണ്ടായിരുന്ന ഒരു ക്വാളിറ്റിയാണ് കേട്ടോ. ഇതാ വേറൊരു സ്ത്രീയിൽ അത് ആവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും എന്താകണമെന്നറിയാമോ? ഒന്നാമത്തെ ധ്യാനം ഇതാണ്, പ്രാർത്ഥനയിൽ ഹന്നായാവണം. ദാവീദ് ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞാൻ നിങ്ങളും ഒന്നാമതാവേണ്ടത് ഹന്നായെ പോലെ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഹന്നായായി മാറണം. ഹന്ന എന്ന വാക്കിന്റെ അർത്ഥം ഗ്രേഷ്യസ് എന്നാണ്. അതിന് കൃപയുള്ളവൾ, കരുണയുള്ളവൾ, സുശീല എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ വളരെ മനോഹരമായ ഒരു പേരാണത്. ഈ സ്ത്രീയുടെ പ്രത്യേകത രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് പ്രത്യേകത? അവളെ തെറ്റിദ്ധരിച്ചൊരു പുരോഹിതൻ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പുരോഹിതൻ അവൾ പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊന്നും അല്ല പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. അവൾ പ്രാർത്ഥനയ്ക്ക് കൊടുത്തൊരു ഡെഫിനിഷൻ ഉണ്ട്. അവൾ കൊടുത്ത ഡെഫിനിഷൻ ഇതാണ്, ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ജീവിതം പകരുന്ന ഒരു ഡെഫിനിഷൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഇത്ര മധുരമായ ഒരു നിർവചനം കൊടുത്തൊരു വാചകം വേറെ എവിടെയും നമ്മൾ കാണുന്നില്ല. ഇനി ഏലി ഒന്നും മിണ്ടില്ല, ഇനി ഏലി ഒന്നും പറയില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയം പകരുന്ന അനുഭവമാണെന്ന് ഏലിക്ക് ഇപ്പൊ ശരിക്കും മനസ്സിലായി. കാരണം അദ്ദേഹത്തിന്റെ മക്കൾ ഈ പണിയൊന്നും ചെയ്യാറില്ല. 2 ഉണ്ട്, പക്ഷെ ആകപ്പാടെ കുഴപ്പത്തിൽ ചാടി കിടക്കുകയാണ്. അങ്ങനെയുള്ള 2 കൂടെയുള്ളപ്പോ ഇതാ 3-മതൊരാൾ ഏലി എന്ന് പറയുന്ന മനുഷ്യനെ പഠിപ്പിച്ചു, പ്രാർത്ഥന എന്നാൽ
ഹൃദയം പകരലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ പകരപ്പെടാനിടയായി തീരണം. ദൈവസന്നിധിയിൽ ഹൃദയം ഒഴുക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ദാവീദ്. ആ മനുഷ്യൻ പറഞ്ഞ സങ്കീർത്തനമാണ് നമ്മൾ മുമ്പേ വായിച്ചത്. ഇവിടെ ഇതാ ഒരു സ്ത്രീ ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്ന അനുഭവക്കാരിയായി മാറുകയാണ്. ഹൃദയം പകരുന്ന അനുഭവക്കാരിയായി മാറുകയാണ്. ദിനംതോറും കണ്ണുനീരുള്ളവളാണ്. ദേവാലയത്തിലേക്ക് വരുമ്പോഴൊക്കെയും പ്രതിയോഗി അവളെ കരയിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ടോ? 1-ാം അധ്യായത്തിന് തുടക്കം ഒന്ന് വായിക്കണം വീട്ടിൽ പോയിട്ട്. അവിടെ എഴുതിയിട്ടുണ്ട്, അവളെ പ്രതിയോഗി കരയിച്ചു. അവൾ ദേവാലയത്തിൽ പോകുമ്പോഴൊക്കെയും കരഞ്ഞു, പട്ടിണി കിടന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ലോകത്തിൽ ആദ്യത്തെ നാത്തൂൻ പേർ തുടങ്ങിയത് അവിടെയാണ് ആരംഭിച്ചു. നോക്കിയോളൂ, അവൾ കരഞ്ഞു, പട്ടിണി കിടന്നു. ഇങ്ങനെയൊക്കെയുള്ള ഹന്ന ആശ്വാസത്തിന് വേണ്ടി ദേവാലയത്തിൽ ചെന്നപ്പോൾ അവളുടെ പ്രാർത്ഥന പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. എന്നാൽ ആ പ്രാർത്ഥനയെ കുറിച്ച് അവർ പറഞ്ഞ പ്രസ്താവന കഴിയുമ്പോൾ ൊക്കെ ചരിത്രമാണ്. ഹല്ലേലൂയ. ഈ 1 ശമൂവേൽ 1-ാം അധ്യായം നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ അവൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, ഞാൻ എന്താണ് ദൈവസന്നിധി ചെയ്തത്. അത് അടുത്ത വാക്യത്തിൽ ഏലി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ മകളെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം, പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. നിരന്തരം കരഞ്ഞുകൊണ്ടിരുന്നവൾ, നിരന്തരം നിലവിളിച്ചുകൊണ്ടിരുന്നവൾ, വീട്ടിൽ സ്വസ്ഥതയില്ലാത്തവൾ, ഹല്ലേലൂയ, വലിയ പ്രതിസന്ധിയുടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവൾ, മക്കളില്ലാത്തതിന് പേരിൽ നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവൾ, അങ്ങനെയെല്ലാം ഉള്ളവൾ ദൈവസന്നിധി ചെന്ന് ഹൃദയം പകർന്നു കഴിഞ്ഞപ്പോൾ, താൻ ചെയ്തത് ഹൃദയം പകർന്ന അനുഭവമാണെന്ന് ദൈവസന്നിധി സാക്ഷിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ അവളെ കുറിച്ച് എഴുതിയിരിക്കുന്നു, പിന്നെ ഒരിക്കലും അവളുടെ മുഖം വാടിയിട്ട് നിങ്ങളുടെയും മുഖം വാടാതിരിക്കണമെങ്കിൽ, ദാവീദിനെ പോലെ പ്രകാശമുള്ള മുഖം ദൈവസന്നിധി കാണാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? വെറുതെ പറഞ്ഞാ പോരാ, ദൈവസന്നിധിയിൽ പകരാൻ പറ്റണം. വെറുതെ പറഞ്ഞാ പോരാ, ദൈവസന്നിധിയിൽ പകരാൻ പറ്റണം. ഇന്ന് പ്രാർത്ഥനകൾ പോലും പലപ്പോഴും അതിനകത്ത് പോലും സ്വാർത്ഥതയുള്ളൊരു കാലമാണ് അല്ലേ? പ്രാർത്ഥനകളിൽ പോലും സ്വാർത്ഥതയുള്ളൊരു കാലം. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഞാൻ ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് നമ്മൾ പ്രാർത്ഥിക്കും, എൻ്റെ പോലെ ദൈവമേ എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള ശോശാമ്മയുടെ മുട്ടുവേദന മാറ്റി കൊടുക്കണമേ. പ്രാർത്ഥിക്കില്ലേ? പ്രാർത്ഥിക്കില്ലേ? എങ്ങനെയൊന്നും പ്രാർത്ഥിക്കും. എൻ്റെ കർത്താവേ, അപ്പുറത്തെ തോമാച്ചൻ ഹൃദയവേദന ആയ കാരണം ഹോസ്പിറ്റലിലാണ്, ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യും. കർത്താവേ നീ കാത്തോണേ. എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ആ കൊച്ച് SSLC പരീക്ഷ എഴുതാൻ വേണ്ടി പോവുകയാണ്. കർത്താവേ തമ്പുരാനെ കാത്തോണേ. അതിന് 99.5% മാർക്ക്, 100% വാങ്ങിക്കാൻ ഓർമ്മ നമ്മുടെ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ അത്രയും മാർക്കൊക്കെ കർത്താവേ നീ അതിന് കൊടുക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കൂലേ? അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥന തുടർന്ന് താഴോട്ട് വരുമ്പോൾ കർത്താവേ എൻ്റെ കുഞ്ഞ് എന്നൊരു സാധനം വരും. എൻ്റെ കുഞ്ഞ് വരുമ്പം എന്തൊക്കെ വരും? ഗദ്ഗദം വരില്ലേ? കണ്ണുനീര് വരും, വരില്ലേ? നമുക്ക് വല്ലാതെ വാക്കുകൾ ഇടറൂലേ? ശരിയാണോ ഞാനീ പറയണത്? ആണ്. സംഭവിക്കും. എന്തേ ശോശാമ്മയുടെ മുട്ടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഗദ്ഗദം വരാഞ്ഞേ? അപ്പുറത്തെ തോമാച്ചന്റെ ഹൃദയവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്താ ഇടറാഞ്ഞേ? മുമ്പിലുള്ള കൊച്ചിന്റെ SSLC പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്തേ കരച്ചിൽ വരാഞ്ഞേ? ഇതാണ് പ്രാർത്ഥനയിലെ സ്വാർത്ഥത. പ്രാർത്ഥനയിലെ സ്വാർത്ഥത ദൈവമല്ല. അങ്ങനെയുള്ള ഫയലൊന്നും ദൈവം എടുക്കില്ല. നമുക്കറിയാം, തമ്പുരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടിയ ഒരു മനുഷ്യൻ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ പ്രാർത്ഥനയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവൻ തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, അവൻ തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി എന്ന് പറഞ്ഞാൽ, അവൻ വേറെ ആർക്കൊക്കെയോ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ആരായിരുന്നു ആ മനുഷ്യൻ? ഇയ്യോബ്. നമുക്കെല്ലാവർക്കും അറിയാം, അവന്റെ സ്ഥിതിക്ക് ഭേദം വന്നത് അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ സ്വാർത്ഥതയില്ലാതെ പ്രാർത്ഥിക്കുന്ന അനുഭവമാണ്. സ്വാർത്ഥതയില്ലാതെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാകാൻ ദൈവം തമ്പുരാൻ നമ്മെ ക്ഷണിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ, കലർപ്പില്ലാതെ പ്രാർത്ഥിക്കാൻ, മറയില്ലാതെ പ്രാർത്ഥിക്കാൻ, മറക്കാതെ പ്രാർത്ഥിക്കാൻ ഈ ദൈവം തമ്പുരാൻ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പത്തായം അറിയാമല്ലോ? പത്തായങ്ങളൊക്കെ ഇന്ന് കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ മ്യൂസിയത്തിൽ കൊണ്ടുപോയി കാണിക്കേണ്ടി വരും പത്തായം. അവരൊന്നും പത്തായം കണ്ടു കാണാൻ വഴിയില്ല. ഇനി ഏതെങ്കിലുമൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ. അതിനകത്ത് നെല്ല് കാണാനും സാധ്യതയില്ല, കൃഷിയില്ലല്ലോ. ഈ പത്തായം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു സ്ഥലമാണ് അല്ലേ? നമ്മുടെ അധ്വാനത്തിൻ്റെ റിസൾട്ട്. പാണ്ടനാട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, എൻ്റെ നാട് പാണ്ടനാണ്. ഇവിടെ അടുത്ത് പാണ്ടനാട് മുഴുവൻ പാടാണ്. ഇപ്പോൾ എവിടെയും കൃഷിയില്ല, എന്നാൽ പോലും മുഴുവൻ പാടാണ്.
അവിടെയൊക്കെ പണ്ട് കൃഷി എടുക്കുമ്പോൾ എൻ്റെ വല്യപ്പച്ചനൊക്കെ ഇതുകൊണ്ട് ഇതിനകത്ത് ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരേ അരി തന്നെ ഒരു തലമുറ മുഴുവൻ കഴിച്ചവരാണ് നമ്മളൊക്കെ. ഈ ചുവന്ന അരിയെ അതെന്തോ അല്ലേ, വെളുത്ത അരി നമ്മൾ കണ്ടത് ഇപ്പോഴാണ്. പണ്ട് അവിടെയുള്ള അരി കഴിച്ച് ജീവിച്ചവരാണല്ലോ നമ്മളെല്ലാം. നോക്കൂ, അങ്ങനെയുള്ള പത്തായം, അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഒരു അടയാളമായി മാറിയ നിറഞ്ഞു കിടക്കുന്ന പത്തായങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ, നമ്മുടെ വീടുകളിൽ. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ ട്രെൻഡൊക്കെ മാറിയിട്ട് പത്തായം പോയി, പകരം വേറൊരു സാധനം വന്നു, ഷോക്കേസുകൾ. ശരിയല്ലേ? ഇന്ന് പത്തായം ഇല്ല, പകരം എന്താണുള്ളത്? ഷോക്കേസുകളാണുള്ളത്. ഷോക്കേസിന്റെ പ്രത്യേകത എന്താ? നമുക്കുള്ളതിനെ ഇല്ലാത്തതിനെ എല്ലാം പ്രതിഫലിപ്പിക്കുന്ന സ്ഥലമാണ് എന്ത്? ഷോക്കേസ് ഉള്ളവരൊന്നും അത് പൊളിച്ചു കളയൊന്നും വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞത്, ഉള്ളതിനെ ഇല്ലാത്തതിനെയെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഷോക്കേസുകൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അധ്വാനത്തിന്റെ അടയാളമായ പത്തായങ്ങൾ ഇല്ലാതെയായി. പ്രാർത്ഥനയും അങ്ങനെ ആയിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും കണ്ണുനീർ ഫലം പുറപ്പെടുവിക്കുന്ന പ്രാർത്ഥനാനുഭവങ്ങളൊക്കെ മാറിയിട്ട് പ്രാർത്ഥനാനുഭവങ്ങൾ പോലും ആത്മീയ അനുഭവങ്ങൾ പോലും കൂട്ടായ്മകൾ പോലും കുർബാന ഇന്നെന്തായി മാറുന്നുണ്ട്? ഷോക്കേസുകളായി മാറുന്നുണ്ട്. ഞാൻ തന്നെ ഒരു ചൂരലെടുത്ത് എന്നെ തന്നെ അടിക്കേണ്ട ഒരു കാലമാണ്. ഞാൻ തന്നെ ഒരു ചൂരലെടുത്ത് എന്നെ തന്നെ അടിക്കേണ്ട ഒരു കാലമായി മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ സ്വാർത്ഥതയും പ്രാർത്ഥനയിൽ ഷോക്കേസും ഉണ്ടാവരുത്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഭൂഷണമല്ല എന്ന് നിരന്തരമായി നമ്മൾ ഓർത്തോണം. ദാവീദ് സൃഷ്ടിച്ച പ്രാർത്ഥനയിൽ ഷോക്കേസുകൾ ഉണ്ടായിരുന്നില്ല. ഹന്ന സൃഷ്ടിക്കുന്ന പ്രാർത്ഥനാ വഴികളിൽ ഷോക്കേസുകൾ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നതെല്ലാം ഒഴുകുന്ന കണ്ണുനീരായിരുന്നു. ആ ഒഴുകുന്ന കണ്ണുനീരിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ഹല്ലേലൂയ അവർ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ദൈവത്തിന്റെ മുഖം ദർശിച്ചത്. ആ ദർശനത്തിന്റെ അനുഭവങ്ങളിലേക്ക് വരുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് മാത്രമല്ല കേട്ടോ, പ്രാർത്ഥന ഇനിയും രൂപപ്പെടണം. ഉത്തരവാദിത്വത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ പറ്റണം. ഇന്ന് പല ആത്മീയ കാര്യങ്ങളിലും ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലായ്മയുമുണ്ട്. അല്ലെങ്കിൽ കാണാനില്ല, ഉത്തരവാദിത്വം കാണാനില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനൊരു കഥ പറയാവേ, നിങ്ങൾ ആരോടും പറയണ്ട കേട്ടോ, രഹസ്യമാണ്. നമ്മുടെ ഇടവയിലൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. ഈ മരംപള്ളിയുടെ കാര്യമൊന്നുമല്ല കേട്ടോ. അച്ഛനൊക്കെ ആവുന്നതിന് മുമ്പേ ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് പോയി. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കഥയാണ്. അപ്പോൾ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ എന്നോടൊപ്പം നമ്മുടെ മലങ്കര സഭയിലെ തന്നെ ഒരു സുവിശേഷകനുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരോടാണ് ആ ശവസംസ്കാര ശുശ്രൂഷയിൽ പോണത്. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ നിന്നപ്പോൾ ഭയങ്കര ഇടിയാണ്. ഒരു നല്ല മനുഷ്യനാണ് മരിച്ചത്. അത് കാരണം അവിടെ ഭയങ്കര പള്ളി നിറയെ ആളാണ്. അപ്പം ശുശ്രൂഷയ്ക്ക് ധാരാളം പട്ടക്കാരെല്ലാം ഉണ്ട്. ഞങ്ങൾ ഈ പള്ളിയുടെ പുറകിൽ പോയി നിന്നു. അപ്പം ഇങ്ങോട്ട് വരാൻ തിരക്കുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ പദ്ധതി ഇട്ടു, ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, ശുശ്രൂഷ അടക്കമാണല്ലോ, ഇത് കഴിയുമ്പോൾ നമ്മുടെ ഈ സൈഡിൽ കൂടാണല്ലോ സെമിത്തേരിയിലോട്ട് പോവുക, അപ്പോൾ നമുക്ക് മുഖം കാണാൻ പറ്റും എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ അച്ഛൻ അനൗൺസ് ചെയ്തു, പള്ളിക്കുള്ളിൽ വെച്ചുള്ള ശുശ്രൂഷകളെല്ലാം പൂർണ്ണമായിരിക്കുന്നു, ഇനി മൃതശരീരം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഞങ്ങൾ അവിടെ നിന്നു. അപ്പോൾ അച്ഛന്മാരെല്ലാം കൂടെ മുമ്പിൽ വന്ന് പാട്ടൊക്കെ പാടി ഈ മൃതശരീരം ഇങ്ങനെ മുമ്പോട്ട് വന്നു. ഞങ്ങളെ കടന്ന് സൈഡിലോട്ട് പോയി. സൈഡിൽ അവിടെയാണ് സെമിത്തേരി. നിങ്ങൾ ഭാവനയിലൊന്ന് കണ്ടോളൂ. ഇതുവഴി ഇറങ്ങി ഈ സൈഡിൽ സെമിത്തേരി, അവിടെ കൊണ്ടുപോയി വെക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ എന്ത് പറ്റും? മുഖം മറയ്ക്കും. അതിനുശേഷം ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മുടെ ഉള്ളിനെ വല്ലാതെ തൊടുന്നൊരു പ്രാർത്ഥനയാണ്. ഇതാകുന്നതിൻ്റെ അവസാനമെങ്കിൽ ധനവാന്മാർ തങ്ങളുടെ ധനത്തിൽ, അല്ലേ? കേട്ടില്ലേ? ദൈവം ഇതൊന്നും കേൾക്കാൻ നമുക്ക് ഒരു താല്പര്യവും ഇല്ല എന്നായി പറഞ്ഞു. തലേതോലും അനക്കുന്നില്ല, കാറ്റ് കല്ല് പിടിച്ചിരിക്കുകയാണ് പലരും. ശരി, അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട് കേട്ടോ, ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ പ്രാർത്ഥന അവിടെ തുടങ്ങി. ഇതാകുന്നതിൻ്റെ അവസാനമെങ്കിൽ എന്നങ്ങോട്ട് ആരംഭിച്ച ഉടനെ ഞങ്ങളുടെ വലതുവശത്ത് ഒരു ഭയങ്കര ഇടിയും ഒരു ഓട്ടവും ഒരു പരവേശവും ഒരു ബഹളവും എല്ലാം കൊണ്ട് ആരംഭിച്ചു. എടാ ഇതെന്നാ പറ്റി? ഞങ്ങൾ അങ്ങോട്ട് നോക്കി അവിടെ ഭയങ്കര തിരക്ക്. ഇപ്പുറത്തെന്താ? ഇതാകുന്നതിൻ്റെ അവസാനമെങ്കിൽ ഇവിടെ എന്താ? ഭയങ്കര ഇടിയോടിടി. അപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നറിയാമോ? അവിടെ പൊതി വിതരണം തുടങ്ങി. അപ്പൊ ഈ പൊതി തുടങ്ങിയപ്പോഴത്തേന് കുറെ പേര് ഓടിച്ചെന്നിട്ട് 5-6 ഒന്ന് പിടിച്ചിട്ട് ഓടി എടുക്കടി പറയുന്നു. ചിലർ തല വെച്ചോണ്ട് പോകുന്നു, ചിലർ പിള്ളേരെ വലിച്ചുകൊണ്ട് പോകുന്നു, ചിലർ പിള്ളേരെ ഇങ്ങനെ പൊക്കി അങ്ങോട്ട് ഇങ്ങനെ ഈ ക്ലിപ്പ് ചെയ്ത് വിടുന്നു, ചൂണ്ടയിടുന്ന പോലെ. എന്നിട്ട് പൊക്കുന്നു, ഭയങ്കര ബഹളം. അപ്പൊ അപ്പുറത്ത് നടക്കാണ് ഇതാകുന്നതിന്റെ അവസാനമെങ്കിൽ, ഇപ്പുറത്ത് നടക്കാണ് ഭയങ്കര പ്രവേശം. അപ്പൊ എന്റെ കൂടെ നിന്ന ഈ സുവിശേഷം വളരെ സരസനായിട്ടൊരു മനുഷ്യൻ, അദ്ദേഹം എന്നോട് പറയാണ്, അതേ റെജി, എനിക്ക് റെജി എന്നൊരു പേരിടുണ്ട് കേട്ടോ, അതേ റെജി. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചു.
അപ്പൊ അദ്ദേഹം പറയാണ്, ഒരു കാര്യം മനസ്സിലായോ? ഞാൻ പറഞ്ഞു, എന്ത് മനസ്സിലായോ എന്ന്? അതായത് മരിച്ചവന്റെ വായിൽ മണ്ണ്, മരിക്കാത്തവന്റെ വായിൽ മണ്ണ്. മരിച്ചവന്റെ വായിൽ മണ്ണ്, മരിക്കാത്തവന്റെ വായിൽ മണ്ണ്. ഇതാണ് ഉത്തരവാദിത്വം. അപ്പുറത്ത് ഇതാകുന്നതിന്റെ അവസാനമെങ്കിൽ ഇവിടെ പൊതുക്കി കിടന്ന് ഇടിയാ. ഇവിടെ ഉണ്ടോ ഈ ഏർപ്പാട്? ഉണ്ടെങ്കിൽ നല്ലതാ, ഇടിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഉത്തരവാദിത്വമില്ലാത്ത, മണ്ണിനെ മണ്ണായും മണ്ണിനെ ബണ്ണായും കാണാൻ കഴിയാത്ത ഉത്തരവാദിത്വമില്ലായ്മ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ഉണ്ടാവരുത്. ഹന്ന അങ്ങനെയല്ല. അവൾ അവിടെ ഇരുന്ന് ഹൃദയം പകർന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോ അവിടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചതെന്ന് നമ്മൾ അറിയുന്നുണ്ട്. ഹോഫ്നിയും ഫിനെഹാസും പട്ടുപോയി. ഹല്ലേലൂയ. ഏലി പുറകോട്ട് വീണ് കഴുത്തിടിഞ്ഞു മരിച്ചുപോയി. എന്നാൽ ഇസ്രായേലിന്റെ ചരിത്രം അവിടെ വെച്ച് അവസാനിച്ചില്ല. ഹല്ലേലൂയ. അവളുടെ മുഖം പിന്നെ വാടിയില്ല എന്ന് പറഞ്ഞിട്ട് ഭവനത്തിലേക്ക് പോയവളുണ്ടല്ലോ, പിന്നെ തിരികെ വരുന്നത് ഒരു കൊച്ചിനെയും കൊണ്ടാ. കാലങ്ങൾക്ക് ഇപ്പുറത്ത് ഞാൻ പറഞ്ഞ ഈ മരണങ്ങളെല്ലാം സംഭവിച്ചെങ്കിലും ഇസ്രായേലിന്റെ ചരിത്രം മുമ്പോട്ട് പോയി. എങ്ങനെയാണ് മുമ്പോട്ട് പോയത്? അവിടെ ഒരു കുഞ്ഞു നാമ്പ് പൊട്ടി, അവന്റെ പേര് ശമൂവേൽ എന്നായിരുന്നു. ഹൃദയം പകർന്നൊഴുകിയ ആ കണ്ണുനീര് ദൈവമെന്ന തുരുത്തിയിൽ ചെന്ന് വീണപ്പോ അവിടെ പൊട്ടിമുളച്ചതിന്റെ പേരാണ് ശമൂവേൽ. ഹല്ലേലൂയ. നിങ്ങളുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഒഴുകുന്ന തൈലമായി മാറുമ്പോൾ അവിടെ ഉയരുന്ന പുതിയ നാമ്പുകൾ ഉണ്ടാകും. എന്നെയും നിങ്ങളെ നിലനിർത്തുന്ന, ചരിത്രം സൃഷ്ടിക്കുന്ന പുതുനാമ്പുകൾ. ഹല്ലേലൂയ. ഒരുപാട് ശമൂവേലുമാർ ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഈ ഇടവകയിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ സ്വാർത്ഥതയരുത്, പ്രാർത്ഥനയിൽ ഷോ അരുത്, പ്രാർത്ഥന ഉത്തരവാദിത്വമില്ലാത്തതായി മാറരുത്. എൻ്റെ നിങ്ങളുടെയും പ്രാർത്ഥന ദൈവസന്നിധിയിൽ ശാന്തമായി ഒഴുകുന്ന ഹല്ലേലൂയ ഒരു മനോഹര ധൂപമായി മാറണം. മനോഹര ധൂപമായി മാറണം. ഹല്ലേലൂയ. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അപ്പൊ ഒന്ന്, ദാവീദിനെ ചേർത്ത് പിടിച്ച് നമ്മൾ പഠിക്കുകയാണ്. എന്താണ്? പ്രാർത്ഥന. ഹന്നായെ പോലെ ആവണം നമ്മുടെ ജീവിതം. ഹന്നായെ പോലെ പ്രാർത്ഥിക്കുന്ന ജീവിതമായി മാറണം. രണ്ട്, മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകണം. അത് വായിക്കാൻ നമ്മൾ പോകേണ്ടത് രൂത്തിന്റെ പുസ്തകത്തിലേക്ക്. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് പോയാൽ 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, 1-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഒരു സ്ത്രീ, ഒരു പാവം സ്ത്രീ ചെന്നപ്പെടുന്ന വൈതരണി എത്ര കഠിനമാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരെ കുറിച്ചാണ് അവിടെ പറയുക? നവോമി. നവോമി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ചാണ്. അവൾ വന്നത് ഇങ്ങനൊന്നും ആയിരുന്നില്ല. അവൾ വന്നത് വളരെ നന്മയോടെയാണ്. താനായി ബെത്ലഹേം എന്ന നാട്ടിൽ ഒരു വലിയ ക്ഷാമമുണ്ടായപ്പോൾ അപ്പത്തിന്റെ നഗരമായ ഇടത്ത് ഞെരുക്കമുണ്ടായപ്പോൾ ഏറെ എവിടെയെങ്കിലും അപ്പം കിട്ടുമോ എന്ന് അന്വേഷിച്ച് പുറപ്പെട്ടു പോയ ഒരു കുടുംബമാണ്. എന്നാൽ പുറപ്പെട്ടു പോയിടത്തൊന്നും നേടാൻ കഴിയാതെ അപ്പവുമില്ല അപ്പനുമില്ല എന്ന അവസ്ഥയിലേക്ക് ആരെത്തി? ഈ കുടുംബം എത്തി. അവിടെ മരണങ്ങൾ സംഭവിച്ചു. ഒടുവിൽ ഒരു സ്ത്രീ മാത്രം അവശേഷിച്ചു. അവളെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. അവളെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലാണ്, നിങ്ങൾ എന്നെ എന്ന് വിളിക്കരുത്. കാരണം നവോമി എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം മൈ ഡിലൈറ്റ് എന്നാണ്. മൈ ഡിലൈറ്റ് എന്നാണ്. എനിക്കിപ്പോ അങ്ങനെയൊന്നും പറയാൻ, നിങ്ങൾ എന്നെ എന്നാ വിളിക്കണം? നിങ്ങൾ എന്നെ മാറാ എന്ന് വിളിക്കണം. ഞാൻ കൈപ്പേറിയ അനുഭവത്തിൽ ചെന്നപ്പെട്ടിരിക്കുന്നു. എനിക്കൊരു തരത്തിലും എഴുന്നേക്കാൻ കഴിയുന്നില്ല. മുമ്പോട്ട് നോക്കുമ്പോൾ പ്രത്യാശയൊന്നും കാണുന്നില്ല. എന്റെ ജീവിതാനുഭവങ്ങളിൽ കൈപിടിച്ചു നിൽക്കേണ്ടുന്ന 2 മക്കൾ എന്നോടൊപ്പം ഇപ്പൊ ഇല്ല. എനിക്കെപ്പോഴും താങ്ങായി തണലായി എനിക്കും ഇത് ജീവിത ചിറക് വിരിച്ചു നിൽക്കേണ്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനും ഇപ്പോൾ എന്നോടൊപ്പം ഇല്ല. എന്നോടൊപ്പം ഒരിക്കലും വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒരു പെൺകൊച്ചിനെയും കൊണ്ട് ഞാൻ വന്നിരിക്കുകയാ. എന്റെ ജീവിതം മധുരമെന്നല്ല, എന്റെ ജീവിതം കയ്പെന്നാണെന്ന് പറഞ്ഞ് ജീവിതത്തിന് വിലയും മാർഗമിട്ട ഒരു സ്ത്രീയുണ്ട്. അവളുടെ പേര് നവോമി എന്നാണ്. ഈ നവോമിയെ നാം അറിയണം. ഈ നവോമി പരാജയപ്പെട്ടു പോയോ? ജീവിതത്തിൽ വിജയിച്ചോ? അവൾ വിജയിച്ചു. നിങ്ങളെല്ലാം ഒന്നിച്ചു പറഞ്ഞു, അവൾ വിജയിച്ചു. എങ്ങനെയാ വിജയിച്ചത്? പടിയായി അവൾ ദൈവസന്നിധിയിൽ അടുത്തടുത്ത് വന്ന് അവൾ ജീവിതത്തെ വിജയിപ്പിച്ചെടുത്തു. ജീവിതത്തെ ഡിസൈൻ ചെയ്തു. രൂത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ, രൂത്ത് എന്ന് പറയുന്ന ഒരു മഹതിയായി മാറിയതിന്റെ പിന്നിൽ നവോമി എന്ന് പറയുന്ന ഒരാളിന്റെ ഒരു മനോഹരമായ എന്ന് നമ്മൾ അറിയണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും, നമ്മൾ കുടുംബത്തിൽ
നവോമിയാവണം. പ്രാർത്ഥനയിൽ ഹന്നയാവുന്നത് പോലെ കുടുംബത്തിൽ നവോമിയായി മാറണം. ഈ കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും മോനും മോളും മാത്രമുള്ള ഒരു കുഞ്ഞു കുടുംബത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഈ കുടുംബം അതിന് കുറേയും കൂടെ വിശാലതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് കർത്താവ് കുടുംബത്തെ ഒരിക്കൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും എന്നൊക്കെ പറയുന്നത് എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന എല്ലാവരും ചേർന്നുള്ള ആ സംഘത്തിന്റെ പേരാണ് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും കുടുംബ സങ്കല്പത്തിന് ഒരല്പം വിശാലതയുണ്ട്. ആ വിശാലതയിൽ നിന്നുകൊണ്ട് ആലോചിച്ച് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്, ഞാനും നിങ്ങളും ഒരു നവോമിയായി മാറണം. ഞാനും നിങ്ങളും നവോമിയായി മാറണം. നവോമി ചെയ്ത പ്രവർത്തികളൊക്കെ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നവോമിയുടെ കൂടെ കൂടിയ ഒരാളാണ് ആര്? രൂത്ത്. അങ്ങനെയല്ലേ? രൂത്തിനെ കുറിച്ച് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കൈപ്പായ ജീവിതത്തിന്റെ ഇടയിൽ വല്ലാതെ തകർന്നുപോയ ജീവിതാനുഭവങ്ങളുമായി അടുത്ത ചുവട് എവിടെയാണ് വെക്കേണ്ടതെന്ന് അറിയാതെ വല്ലാതെ വിഷണ്ണയായി നിൽക്കുന്ന ഈ സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് രണ്ട് മരുമക്കൾ സംസാരിച്ചു. ആ രണ്ട് മക്കളിൽ ഒരാൾ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് യാത്ര പുറപ്പെട്ടു പോയപ്പോൾ ഒരുത്തി പറഞ്ഞു, ഞാനും നിന്റെ കൂടെ വരികയാണ്, ഞാനും നിന്റെ കൂടെ വരികയാണ്. രൂത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്? ഹല്ലേലൂയ. നോക്കൂ, ഈ രൂത്ത് എന്താ പറയുന്നത് അറിയാമോ? ഈ ദിവസങ്ങളിലൊക്കെ നവോമിയെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ രൂത്തിന് മനസ്സിലായി, അവളുടെ ദൈവം നല്ല ദൈവമാണ്, അവളുടെ ജനം കൊള്ളാവുന്ന ദൈവമാണ്, അവള് പോകുന്ന സ്ഥലം കൊള്ളാവുന്നതാണ്. എങ്ങനെ മനസ്സിലായി ഇതൊക്കെ? ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നി? വീട്ടിൽ നിരന്തരമായി പറഞ്ഞിട്ടുണ്ടാവണം ഈ നവോമി ഈ പറഞ്ഞ കഥകളൊക്കെ. ശരിയല്ലേ? പട്ടാളക്കാരുണ്ടോ ഇവിടെ? പട്ടാളക്കഥ കേട്ട് പ്രൈസ് ലോർഡ്, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞത്, ഈ പട്ടാളക്കാരുള്ള വീടുകളിലൊക്കെ പട്ടാള കഥകൾ ഉണ്ടാവും, ഉണ്ടാവില്ലേ? സാധാരണയായി ഉണ്ടാവും. അത് കേട്ടിട്ടാണ് ആര് വളരുക? വളർന്ന് ഈ നല്ല കൃഷിക്കാരുണ്ടെങ്കിൽ കൃഷിയുടെ കഥകൾ ഉണ്ടാവും. നമ്മൾ തന്നെ നല്ല കഥക്കാരല്ലേ? നമ്മളിങ്ങനെ യുവനസഖ്യക്കാരെ കാണാൻ പറ്റത്തില്ല, പണ്ടൊക്കെ ഞാൻ യുവനസഖ്യത്തിൽ ആയിരുന്നപ്പോ എന്നും പറഞ്ഞിട്ടൊരു സാധനം കൊണ്ടിറക്കില്ലേ? കഥകൾ ഒരുപാടുള്ളവരാണ് നമ്മൾ. നമ്മുടെ വീടുകളിൽ നമ്മൾ ഈ കഥ പറയും. പറഞ്ഞ് ബോറടിക്കുമ്പോൾ ഇപ്പൊ പിള്ളേർ പറയും വേണ്ട കേട്ടോ എന്ന് ആദ്യമേ പറയും. അതുകൊണ്ട് ഈ കഥകളൊക്കെ നമ്മൾ വീടുകൾ എന്ന് പറയുന്നത് പോലെ എൻ്റെ വിചാരം, ഈ നവോമി ദിവസവും രാവിലെ വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ ആഹാരം കൊടുക്കുന്നതിന് മുമ്പും ഒക്കെ കഥകൾ പറഞ്ഞിട്ടുണ്ടാവണം. അവിടെ എഴുതിയിട്ടൊന്നുമില്ല. അങ്ങനെ കേട്ട കഥകളിലൂടെ രൂത്ത് അറിഞ്ഞ ഒരാളുണ്ട്. ആരാണെന്നറിയാമോ? യഹോവയായ ദൈവം, ഇസ്രായേൽ എന്ന ജനം, ബേത്ലഹേം എന്ന നഗരം, അവര് ജീവിച്ച ദൈവിക ചുറ്റുപാടുകൾ. ഒടുവിൽ അവൾ പറയുകയാണ്, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ വഴി എൻ്റെ വഴി, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ ചാകുന്നിടത്ത് ഞാനും ചാകും. അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നീ ഇനി എന്താണോ അതാണ് ഞാനും, നീ ഇനി എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ഞാനും എന്നൊക്കെ പറയാൻ തക്കവണ്ണമുള്ള സ്വാധീനം ചെലുത്താൻ ഈ നവോമിക്ക് സാധിച്ചെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവവേദലേ, അടുത്ത തലമുറയിൽ ഇതുപോലുള്ള സ്വാധീനങ്ങൾ വരുത്താൻ എനിക്കും നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടോ? അതാണ് ചോദ്യം. ഈ രൂത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. ഒരു സാധാരണ പെൺകുട്ടിയെ വിളിച്ചോണ്ട് പോയ ഒരു അമ്മായിയമ്മയുടെ കഥയല്ല ഇത്. ഈ രൂത്തിന് പോകണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. നമുക്കറിയാമല്ലോ, ഈ രൂത്ത് എന്ന് പറയുന്നത് ഏത് ജാതിയിൽപ്പെട്ട ആളാ? മോവാബ്യരാണ്. മോവാബ്യരെ കുറിച്ച് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മോവാബ്യ സ്ത്രീയായ രൂത്ത് രൂപാന്തരപ്പെടുമ്പോൾ അവൾ എന്തായിരുന്നു നമ്മൾ ഓർത്തു പോകുന്നത് നല്ലതാ. നമുക്കറിയാം, ഒരിക്കൽ ഒരു മനുഷ്യൻ 2 പെൺമക്കളെയും കൊണ്ട് യാത്ര ചെയ്തു പോയി. ആരായിരുന്നു? ലോത്ത് യാത്ര ചെയ്തു. എങ്ങോട്ടാ ഓടിയത്? ഒരു മലയുടെ ഉയരത്തിലേക്കാണ് ഓടിയത്, അല്ലെ? വീട്ടിൽ നിന്ന് ദൈവദൂതന്മാർ പിടിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ 4 പേരുണ്ടായിരുന്നു. ആ 4 പേരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് പ്രഷർ കൂടി, BP കൂടി. ലോകത്തിലെ ആദ്യത്തെ പ്രഷർ രോഗി ആര്? എന്നാ പറ്റി? ഉപ്പ്, പ്രഷർ, അല്ലേ? ശരിയായില്ലേ? ആദ്യത്തെ പ്രഷർ രോഗി ഓടി, അവിടെ കുഴപ്പത്തിലായി. പിന്നെ 3 പേരും കൂടെ ഓട്ടം തുടരുന്നത്. ഓടി ആ മലയുടെ മുകളിൽ ചെന്നപ്പോൾ ഈ പെൺമക്കൾക്കുണ്ടായ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. ആ കൺഫ്യൂഷൻസിന്റെ റിസൾട്ട് എന്തായിരുന്നു? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. ദൈവസന്നിധിയിൽ മ്ലേച്ഛമായത്, വഷളമായത് അവിടെ സംഭവിച്ചു. എന്താ സംഭവിച്ചത്? സ്വന്തം അപ്പനിൽ നിന്ന് പെൺകുട്ടികൾക്ക് 2 പേർക്കും മക്കളുണ്ടായി. 2 കൂട്ടരാണ് ഉണ്ടായത്, 2 മക്കളാണ് ഉണ്ടായത്. അവരുടെ പേരാണ്, ഒന്ന് മോവാബ്യർ, മറ്റൊന്ന് അമോര്യർ. ദൈവം തമ്പുരാൻ പിൽക്കാലത്ത് പറഞ്ഞു, ഒരു മോവാബിനോ ഒരു അമോനിനോ ദൈവസന്നിധിയിൽ വരരുത്, അവന്റെ 10ാം തലമുറ പോലും ദൈവസന്നിധിയിൽ വരരുത് എന്ന് പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ ഒരിക്കലും വരാൻ അർഹതയില്ലാത്ത ഒരു വിഭാഗമാണ് ആര്? മോവാബ്യർ. അവിടെ നിന്നൊരു കന്യക ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണ്? ഹല്ലേലൂയ, ദൈവത്തിന്റെ നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇത് സാധാരണ കാര്യമല്ല.
ഇത് അസാധാരണമായ ഒന്നാണ്. ഈ സാധാരണത്തിൽ നിന്നും അസാധാരണമായ ജീവിതാനുഭവത്തിലേക്ക് രൂത്തിനെ രൂപപ്പെടുത്താൻ നൊവോമി എടുക്കുന്ന ഒരു പെയ്യുണ്ട്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അത് അറിയണം. ഈ വേദപുസ്തകത്തിൽ അങ്ങനെ അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ വരികൾക്കിടയിലൂടെ വായിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. എന്റെയും നിങ്ങളുടെ ജീവിത സ്വാധീനങ്ങൾ അടുത്ത തലമുറയെ എങ്ങനെയാണ് നയിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് നയിക്കാൻ പോകുന്നത്. തലമുറകളെ കുറ്റം പറയാൻ എളുപ്പമാണ് കേട്ടോ. ഞങ്ങൾ പണ്ട് അതായിരുന്നപ്പോൾ നിങ്ങൾ ഇതായിരുന്നു എന്ന് പറയാൻ എളുപ്പമാണ് കേട്ടോ. അങ്ങനെയല്ല. മുട്ടുമേ നിന്ന് കരഞ്ഞു നിലവിളിച്ചിട്ട് ദൈവസന്നിധിയിൽ നടന്നു പോകുന്ന ഒരു വഴി കാണിച്ചു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ സഞ്ചരിച്ച് പോയവളാണ് ആര്? രൂത്ത്. ഈ രൂത്ത് ഒടുവിൽ പോയി നിൽക്കുന്നത് എവിടാണെന്നൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത് വളരെ മനോഹരമായിരിക്കും. ഒടുവിൽ ബോവസിന്റെ അടുക്കലെത്തിയിട്ട് ബോവസിൽ നിന്ന് അങ്ങനെ അടുത്ത തലമുറയിലേക്കൊക്കെ പ്രവേശിച്ചു പോകുമ്പോൾ ഈ രൂത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 18 മുതൽ 22 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് അവസാന ഖണ്ഡികയാണ്. അവിടെ ഒരു ചരിത്രം ഇങ്ങനെ അല്ലെങ്കിൽ പേരുകൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വംശാവലി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് വംശാവലിയുടെ പ്രത്യേകത? അവിടെ പേരുകൾ പറഞ്ഞു താഴെ വരുമ്പോൾ ബോവസിന് എന്ത്? ബോവസിൽ നിന്ന് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. ദാവീദിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെട്ടു. ആ മുളയുടെ പേര് നസ്രേനായ യേശു. ഹല്ലേലൂയ. നസ്രേനായ യേശു എന്ന് പറഞ്ഞാൽ ഈ രൂത്ത് എന്തായി മാറി? യേശു തമ്പുരാന്റെ വെല്ലുവിളിയായി മാറി. എങ്ങനെ? ഒരിക്കലും വരരുത്, എന്റെ സന്നിധിയിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് ദൈവം തമ്പുരാൻ മാറ്റി നിർത്തിയ അല്ലെങ്കിൽ ശപിച്ചു വിട്ട ഒരു ജനം. ഹല്ലേലൂയ. അവിടുന്ന് ഒരു കന്യക ഇപ്പോൾ യേശു കർത്താവിന്റെ വംശാവലിയിൽ വന്ന് കയറിയത് വെറുതെയല്ല. അതിന്റെ പിന്നിൽ അധ്വാനിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു കുടുംബം ബിൽഡ് ചെയ്തവൾ നവോമി എന്നാണ്. അവളുടെ പേര് നവോമി എന്നാണ്. എന്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതത്തിൽ നമ്മളൊക്കെ നവോമിമാരാകാൻ കഴിയണം, യാതൊരു സംശയവും വേണ്ട. 3 വാക്കുകൾ ഞാൻ പറയാം. ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തീയ കുടുംബ ജീവിതത്തിൽ, വിശാലമായ നമ്മുടെ കൂട്ടായ്മ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടാൻ പറ്റുന്ന 3 വാക്യങ്ങൾ, 3 കാര്യങ്ങൾ ഞാൻ പറയാം. 1, റിമാർക്കബിൾ ആവണം. 2, റിമെമ്പറബിൾ ആകണം. 3, റെക്കമെൻഡബിൾ ആവണം. ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുത്ത് നോക്കിയിട്ട് അച്ചോ ഈ പറഞ്ഞ വാക്കൊന്നും ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് വരരുത്. ഇത് പ്രാസത്തിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. 1 എന്താണ്? റിമാർക്കബിൾ ആവണം. റിമാർക്കബിൾ ആവണം. അടയാളപ്പെടുത്തിയ മനുഷ്യരായി നമ്മൾ മാറണം. നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ അടയാളപ്പെടുത്തപ്പെടുന്ന മനുഷ്യരായി നമ്മൾ മാറണം. നമ്മൾ 585 എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന കുറച്ച് മുഖങ്ങളും പേരുകളും ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? കുറെ ഓർമ്മകളും മുഖങ്ങളും പേരുകളും വരുന്നില്ലേ? അതെങ്ങനെയാണ് ആ പേരുകൾ ഇന്നും നമ്മുടെ ഹൃദയത്തിന്റെ പലകയിൽ നന്നായി എഴുതപ്പെട്ടത്? അതിനൊരു കാരണമുണ്ട്. അവർ റിമാർക്കബിൾ ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അടയാളപ്പെടുത്താൻ കെൽപ്പുള്ള ആത്മീയ ശേഷി ആ മക്കൾക്കുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവരെ നമ്മൾ ഓർത്തിരിക്കുന്നത്. അങ്ങനെ ആവാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെ ആയവരൊക്കെ വേദപുസ്തകം. ഹല്ലേലൂയ. എനിക്ക് ഓർമ്മ വരുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറയാം. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 12 മുതൽ താഴോട്ട് വായിച്ചാൽ അവിടെ ഒരു എന്താണ്, ഒരു കപ്പിൾസിനെ നമുക്ക് കാണാം. അപ്പോൾ കല്യാണം കഴിച്ച ഒരു ദമ്പതികളെ നമുക്ക് കാണാം. അവരുടെ പേര് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ പേര് ഒത്നിയേൽ, ഭാര്യയുടെ പേര് അക്സ. ഇവരുടെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ഉടനെ അപ്പനായ കാലേബിന്റെ അരികിലേക്ക് രണ്ടുപേരോട് പോവുകയാണ് കേട്ടോ. ഈ അപ്പനായ കാലേബിന്റെ അരികിലേക്ക് ഇവർ രണ്ടുപേരും കൂടെ ചെല്ലുമ്പോൾ ഈ ഭാര്യ ഈ അക്സ ഒത്നിയേലിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ദേ അപ്പന്റെ അടുത്തോട്ട് പോവാണ്. അപ്പന്റെ അടുത്ത് ചെല്ലുമ്പോൾ അപ്പൻ ചോദിക്കും എന്നാ വേണം എന്ന് ചോദിക്കുന്ന ഉടനെ നീ ചോദിക്കണം വയല് വേണം എന്ന് പറയണം. ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന ഉപദേശമാണ്. ഉടനെ അപ്പന്റെ അടുക്കിലേക്ക് ചെന്നു. അപ്പൻ ആ ചോദിച്ചു കാണാം, അവിടെ എഴുതിയിട്ടില്ല. എന്നാൽ ഈ മനുഷ്യൻ എന്തോ ചോദിച്ചു? വയല്. നല്ല കാര്യം. കാലേബ് കൊടുത്തു. ധാരാളം വയലുണ്ട്, കൊടുത്തു. എന്നിട്ട് പിന്നെ അപ്പനൊരു ചോദ്യം മോളോട് ചോദിച്ചു, മോളെ നിനക്കെന്നാ വേണം? ഉടനെ മോള് പറഞ്ഞു, നീ എന്നെ തെക്ക് ദേശത്തോട്ടാണല്ലോ കെട്ടിച്ചു വിടുന്നത്, അതുകൊണ്ട് എനിക്ക് നീരുറവകൾ തരണം. എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ ചോദ്യങ്ങൾക്കകത്തെ? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഒരു പ്രത്യേകതയില്ലേ? ഇതുകൊണ്ടാണ് നമുക്കൊന്നും ചോദിക്കാൻ അറിയാത്ത. വളരെ ഗംഭീരമായ ചോദ്യമാണ് കേട്ടോ. ഭർത്താവ് വയല് ചോദിച്ചപ്പോൾ ഭാര്യ
നീരുറവ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ എന്താ ഗുണം? നല്ല കൃഷി ഉണ്ടാവും, നല്ല ഫലമുണ്ടാകും. അതാണ് കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാന പാഠം. ഇതുപോലെ ചോദിക്കാൻ പറ്റണം. ചോദിക്കാന്ന് പറഞ്ഞാൽ അപ്പൻ്റെ അടുത്ത് പോയി വഴക്കുണ്ടാക്കാനുള്ള അർത്ഥത്തിലല്ല ഞാൻ ഈ പറഞ്ഞ കേട്ടോ. ഇനി പോയിട്ട് ഞങ്ങളുടെ വയൽ ഇങ്ങോട്ട് തന്നാട്ടെ എന്ന് പറയാനല്ല. ഒരേപോലെ പൂരകങ്ങളായി ചോദിക്കാൻ പഠിക്കണം. പൂരകങ്ങളായി പറയാൻ പറ്റണം ക്രിസ്തീയ ജീവിതത്തിൽ. പൂരകങ്ങളായി പ്രാർത്ഥിക്കാൻ പറ്റണം ക്രിസ്തീയ ജീവിതത്തിൽ. പൂരകങ്ങളായി നടക്കാൻ പറ്റണം ക്രിസ്തീയ ജീവിതത്തിൽ. അല്ലാതെ സ്ത്രീധനം ചോദിക്കാൻ പോകണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞത്, നോക്കൂ, ഭർത്താവിനോട് പറഞ്ഞു ഇന്നത് ചോദിക്കണം. കാരണം ഭാര്യയ്ക്ക് അറിയാമായിരുന്നു എന്താണ് വേണ്ടതെന്ന്. ഹല്ലേലൂയ. ഭാര്യ പറഞ്ഞ വാക്കിനെ ഭർത്താവ് മാനിച്ചപ്പോൾ ഭാര്യയുടെയും ഭർത്താവിന്റെയും ചോദ്യത്തിന്റെ ഉത്തരമായി വലിയ വിളവുണ്ടാകും. നീ എന്നെ കെട്ടിച്ചു വിടുന്നത് തെക്ക് ദേശത്തേക്കാ. അവിടെ നീരുറവ കിട്ടിയാൽ ആ വെള്ളമെല്ലാം കൂടെ ഞാൻ കോരി കുടിക്കാൻ പോകുന്നില്ല. പകരം ആ വെള്ളം ആ ദേശത്തിന് അനുഗ്രഹമായി മാറും. ഹല്ലേലൂയ. വെള്ളത്തിന് ക്ഷാമമുള്ള, കിണറിന് വേണ്ടി യുദ്ധം നടക്കുന്ന ഒരു ദേശത്ത് ധാരാളം നീരുറവകൾ കിട്ടുകയാണ്. ഭർത്താവ് വയൽ ചോദിച്ചപ്പോൾ ഭാര്യ നീരുറവ ചോദിക്കുന്ന ആ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതുണ്ടാവണം. ഇന്നത്തെ പിള്ളേരോ, നമ്മുടെ തലമുറയോ എന്താ ചോദിക്കുന്നത്? ഭർത്താവ് അലുവ ചോദിച്ചാൽ ഭാര്യ മീൻചാറ് ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ? ചേരുവോ? ഒരിക്കലും ചോരൂല. ഭർത്താവ് എന്താ ചോദിക്കുന്നത് ഭാര്യയ്ക്കും അറിയത്തില്ല, ഭാര്യ എന്താ പറയുന്നത് ഭർത്താവിനും അറിയത്തില്ല, ഭാര്യയും ഭർത്താവും എന്താ ചോദിക്കുന്നത് പിള്ളേർക്കും അറിയില്ല. ഒരു രക്ഷയില്ല, ഒരു ബന്ധവുമില്ല. അവിടെയല്ലേ പ്രശ്നങ്ങൾ ഉണ്ടായത്. അക്സ എന്ന വാക്കിന്റെ അർത്ഥം വള എന്നാണ്. വള എന്തിനു വേണ്ടി ഇടുന്നേ? നിങ്ങളുടെ കയ്യിലൊന്നും വളയില്ലേ? അത് എന്തിനാ ഇടണേ? ഒരു പ്രയോജനം അതുകൊണ്ടില്ലെങ്കിൽ ഇന്നിപ്പോ സ്തോത്ര കാഴ്ച വരും, അതിനകത്ത് ഇട്ടേക്കണം. പള്ളി നല്ല പണി നടക്കാന്ന് എൻ്റെ വിചാരം. പണി നടക്കല്ലേ, ധാരാളം പണം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതല്ലേലും നിങ്ങൾ നടത്തുമെന്ന് എനിക്കറിയാം. അപ്പൊ ഇന്ന് അതുകൊണ്ട് ആ പ്രയോജനം ഉണ്ടാവും. അതെന്തിനാ ഇടുന്നത് നമുക്ക് അറിയത്തില്ല. പിന്നെ അത് വെറുതെ കയ്യെ ചുറ്റി നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഇന്ന് സ്തോത്രകാഴ്ചയായിട്ട് അർപ്പിച്ചാൽ ഈ പണി എളുപ്പം നടക്കും. ജിജിയച്ചന് സന്തോഷമാവും. അടുത്ത വർഷം ചിലപ്പോൾ അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചേക്കും. എങ്ങനെയാണ് എൻ്റെ ബുദ്ധി? ഞാൻ പറഞ്ഞത് ഭംഗിക്ക് വേണ്ടി അല്ലേ. അതുകൊണ്ട് വളയിട്ടിട്ട് കണ്ണാടി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. കുപ്പി വളയാവൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഒരു സ്വർണ്ണ വളയോ നോക്കില്ല. എന്നാൽ ഈ കുപ്പി വള എടുത്ത് അങ്ങനെ ഇങ്ങനെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് അവൾ കണ്ണാടി മുമ്പിൽ ഇങ്ങനെ കാണിക്കും. എന്തിനാ? അത് ഭംഗി അളക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനും നിങ്ങളുമൊക്കെ അക്സയെ പോലെ വളകളായി മാറണം. എന്റെയും നിങ്ങളുടെയും ജീവിതാനുഭവങ്ങൾ ചുറ്റുപാടുകൾക്ക് ഭംഗി വരുത്തുന്നതായി മാറണം. അതല്ലേ ദൈവം തമ്പുരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റിമാർക്കബിൾ ആവണം. അടയാളപ്പെടുത്തിയ ജീവിതങ്ങളായി ഞാനും നിങ്ങളും മാറണം. റിമെമ്പറബിൾ ആകണം. ഓർമ്മകൾ ഉണ്ടാക്കുന്ന ജീവിതമായി നമ്മൾ മാറണം. കർത്താവ് ശരീരവും രക്തവും എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ ഇത് ചെയ്യണം. എപ്പോ വരെ? ഇതെന്റെ ഓർമ്മയ്ക്കായി ഞാൻ വരുവോളം നിങ്ങൾ ആവർത്തിക്കണം. കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടാവണം. ഇത് ജീവിതാവസാനം വരെ, ഞാൻ വരുന്നത് വരെ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കണമെന്ന് തമ്പുരാൻ കർത്താവ് എന്ന് പറഞ്ഞതാണ്. ഓർമ്മകൾ സൃഷ്ടിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ഓർക്കുന്നതാണ് വിശുദ്ധ കുർബാന അല്ലേ? ക്രിസ്തുവിനെ ഓർക്കുന്നതാണ് വിശുദ്ധ കുർബാന. ഹല്ലേലൂയ. ഓർമ്മകൾ ഉണ്ടാക്കുന്ന, ഓർമ്മകൾ സൃഷ്ടിക്കുന്ന നല്ല മാതൃകയുള്ള ജീവിതാനുഭവങ്ങളായി നമ്മൾ മാറേണ്ടതല്ലേ? നവോമി അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ട്, ദാവീദ് അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ട്, ഹന്നയും അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്ക് സൃഷ്ടിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഹല്ലേലൂയ. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ ഒരിക്കലൊരു യാത്ര പുറപ്പെടുന്നുണ്ട്. യാത്ര വെറും യാത്രയല്ല, കുഞ്ഞിനെയും കൈപ്പിടിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ്. ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ നിന്റെ മകനെ യാഗം കഴിക്കണം. പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞോ? അബ്രഹാമേ, നീ നിന്റെ മകനെ യാഗം കഴിക്കണമെന്ന് ദൈവം തമ്പുരാൻ അബ്രഹാമിനോട് പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ? അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. അങ്ങനെ അല്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്താ പറ്റിയേനെ? ദൈവം അബ്രഹാമിനോട് പറയാം, അബ്രഹാമേ, നീ നിന്റെ മകനെ മോറിയ ദേശത്ത് കൊണ്ടുപോയി യാഗം കഴിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ അബ്രഹാം ആരെ യാഗം കഴിച്ചേനെ? ഉറപ്പായിട്ടും ആരെ? ഇസ്മായിലിനെ യാഗം കഴിച്ചേനെ. ഇത് ദൈവത്തിന് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് ദൈവം വളരെ കൃത്യമായി സ്പെസിഫിക് ആയിട്ടാ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 2-ാം വാക്യം നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. അവിടെ എഴുതിയിട്ടുണ്ട്, നീ നിന്റെ ഏകജാതനായ നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ. കാരണം വേറെ ഒരു വാക്ക് പറഞ്ഞാൽ ആള് മാറും, ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് നീ ഇസഹാക്കിനെ തന്നെ കൊണ്ടുപോയി യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇസഹാക്കിനെ തന്നെ കൊണ്ടുപോയി യാഗം കഴിക്കാനായിട്ട് ഇവർ യാത്ര ചെയ്ത് പോവുകയാണ്.
പോകുന്ന വഴിക്ക് ഒരിടത്ത് വെച്ച് കൊച്ചു ചോദിച്ചു, എന്തേ യാഗവസ്തു? അപ്പം പറഞ്ഞു, ദൈവം കരുതിക്കോളും. പിന്നെയും യാത്ര തുടർന്ന് പിന്നെയും ചോദിച്ചു, അപ്പ എന്തിയെ യാഗവസ്തു? അപ്പം പറഞ്ഞു, യഹോവ ഈരേ. ഒടുവിൽ യാഗപീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോ ഈ കൊച്ചിനോട്, ഇസ്ഹാക്കിനോട് അബ്രഹാം പറഞ്ഞു, മോനെ, യാഗം കഴിക്കാൻ പോണത് നിന്നെ, യാഗം കഴിക്കാൻ പോണത് നിന്നെയാണ്. ഇസ്ഹാക്ക് ഇറങ്ങി ഓടിയോ? ഓടിയില്ലേ? ഓടിയില്ല. ഉറപ്പാണേ? ഭൂരിപക്ഷം പറഞ്ഞാൽ പ്രബലപ്പെടുക നമ്മുടെ ഭരണഘടന. ഓടിയില്ലല്ലോ, ഓടിയില്ല. ഓടിയിരുന്നെങ്കിൽ, ഓടിച്ചിട്ട് പിടിച്ച് യാഗം കഴിക്കാനുള്ള കൽപ്പൊന്നും ആർക്കില്ല? അബ്രഹാമിനില്ല. കാരണം 90 വയസ്സിന് കൂടുതലായി. അതവിടെ നിൽക്കട്ടെ. ഇന്ന് രാത്രി ഒരു 12 മണിയാകുമ്പോൾ ദൈവം തമ്പുരാൻ നമുക്കങ്ങ് പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ വീട്ടിലെ നമ്മളിങ്ങനെ കിടന്ന് ഉറങ്ങാണ്. ദൈവം തമ്പുരാൻ ഒരു 12-1 മണിയാക്കുക നമ്മൾ കഴിച്ച ഗുളികയുടെ ബലത്തിൽ കിടന്ന് ഉറങ്ങുക. അപ്പോൾ ആ സമയത്ത് കർത്താവ് വന്ന് തട്ടി വിളിച്ചപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നില്ലെങ്കിൽ നമ്മൾ ഉണർന്നിട്ട് കർത്താവിനെ കണ്ടു. കർത്താവ് പറഞ്ഞു, മോനെ, ഞാനാവട്ടെ, പേടിക്കണ്ട കേട്ടോ എന്ന് കർത്താവ് പറഞ്ഞു. ഉടനെ എന്നാ കർത്താവെ വന്ന ഈ പാതിരാത്രി എന്ന് നമ്മൾ ചോദിച്ചു. ഉടനെ തമ്പുരാൻ കർത്താവ് പറഞ്ഞു, നിന്റെ മോളെ അല്ലെ കൊച്ചുമോളെ നീ ആരാമൺ എവിടെ മലയുള്ളേ? ചരൽക്കുന്നിരിക്കട്ടെ, ചരൽക്കുന്ന് കൊണ്ടുപോയി യാഗം കഴിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ അനുസരിക്കുമോ ഇല്ലയോ? ഒന്നും വേണ്ടല്ലോ. നമ്മൾ അനുസരിക്കും. എൻ്റെ ഒരു വിചാരം നമ്മൾ അനുസരിക്കുമെന്നാണ്. കാരണം നമുക്ക് കഥ അറിയാം. ഏത് കഥ? അബ്രഹാമിന്റെ കഥ. കാരണം അവിടെ ചെല്ലുമ്പോൾ അവസാനം എന്ത് വരും? ആട് വരുമല്ലോ. നമുക്ക് ക്ലൈമാക്സ് അറിയാലോ. അപ്പൊ നമ്മൾ ഒരു കർത്താവ് സൂപ്പർ ആയിരിക്കും, നമ്മൾ കൊണ്ടത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കൊച്ചിനെ കൈപ്പിടിച്ചുകൊണ്ട് നടന്നു പോകും. പോകുന്ന വഴിക്ക് കൊച്ചിരിക്കും, യാഗവസ്തു എന്തിയെ? നമ്മൾ എന്നാ പറയും? കർത്താവ് കരുതിക്കോളും. പിന്നെയും കുറെ കൂടെ ദൂരം കഴിഞ്ഞ് കുറിയനൂരം കഴിഞ്ഞ് ചെല്ലുമ്പോൾ കൊച്ചു ചോദിക്കും, എന്തിയെ യാഗവസ്തു? അപ്പൊ നമ്മൾ നിൽക്കും, യഹോവ ഈരേ പറയും. ഒടുവിൽ ചരക്കൊന്നിന്റെ മേളിൽ ചെന്നിട്ട് അവിടെ കിണറായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലോട്ട് കൊച്ചിനെ കേട്ടിട്ട് പറയും, കുഞ്ഞെ, നിന്നെ ഞാൻ കടിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ കൊച്ചു നിൽക്കുവോ ഓടുവോ? നിൽക്കുവോ ഓടും. ഉറപ്പാണോ? ഭൂരിപക്ഷമാണോ? നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾക്ക് ഈ ന്യൂ ജനറേഷനെ അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ അത് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നമ്മുടെ പിള്ളേരൊന്നും ഓടുമൊന്നുമില്ല കേട്ടോ. പകരം അവരൊരു ഡയലോഗ് പറയും. എന്താ ഡയലോഗ് എന്നറിയാമോ? അമ്മ അല്ലെ അപ്പ, വല്യമ്മച്ചി 50 വയസ്സായില്ലേ, 70 വയസ്സായില്ലേ, 90 വയസ്സായില്ലേ, 95 വയസ്സായില്ലേ, ഇങ്ങോട്ട് കയറി കിടന്നു ഞാൻ വെട്ടാമെന്ന് പറയൂലേ? അത് പറയും. വൈ? നമ്മുടെ പിള്ളേർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇസഹാക്ക് എന്താ അങ്ങനെ പറയാത്തത്? ഇസഹാക്ക് പറയൂല. കാരണം എന്താണെന്നറിയാമോ? ഈ അബ്രഹാം ഒരു ദേശത്തു നിന്ന് അടുത്ത ദേശത്തിലേക്ക് യാത്ര ചെയ്തു പോകുമ്പോ, ഹല്ലേലൂയ, ചെല്ലുന്ന ദേശത്ത് ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? വീട് വെക്കലല്ല, വീട് സൗകര്യങ്ങൾ ഉണ്ടാക്കലല്ല. ആ മനുഷ്യൻ ആദ്യം ചെയ്യുന്നത് ആ ചെല്ലുന്ന ഇടത്തൊരു യാഗപീഠം പണിയും. ഹല്ലേലൂയ. അതിന്റെ മുമ്പിൽ നിന്ന് മുട്ടുമടക്കി നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരപ്പനെ ഇസഹാക്ക് കണ്ടിട്ടുണ്ട്. ഈ ഇസഹാക്കിന് അറിയാം, എന്റെ അപ്പന് ദൈവത്തിന്റെ വാക്കല്ലാതെ മറ്റൊരു വാക്കില്ല. എനിക്ക് ഓടാൻ പറ്റില്ല. ഞാൻ മുറിഞ്ഞാൽ അതെന്റെ അപ്പന് വേണ്ടിയും എന്റെ ദൈവത്തിന് വേണ്ടിയും ബോധ്യമുള്ളത് കൊണ്ട് ഈ കൊച്ചോടൂല്ല. നമ്മുടെ കൊച്ചിങ്ങനെ ഡയലോഗ് പറയാൻ കാര്യം എന്താ അറിയാമോ? അവൾ പലപ്പോഴും നമ്മളെ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണോ? ആലോചിച്ചോളോ. കുടുംബ പ്രാർത്ഥന ഉണ്ടോ എല്ലാ വീട്ടിലും? തലേന്നും കുലുക്കണ്ട, കുഴപ്പാക്കണ്ട. ഇല്ലെങ്കിൽ ആരംഭിച്ചോണം. ഞാനൊരു വാചകം പറയാം. കുഞ്ഞാമ്പ്രായത്തിൽ കൊച്ചിനെയും കൊണ്ട് പള്ളിയിൽ വന്നാൽ വലിയ പ്രായത്തിലാകുമ്പോൾ കൊച്ചു നമ്മളെയും കൊണ്ട് പള്ളി വരും. ഇല്ലെങ്കിൽ ഞാൻ നിർത്തി. ഞാൻ അവിടെ വെച്ച് ഫുൾ അർത്ഥവിരാമം കുറിച്ച്, ബാക്കി നിങ്ങൾ വായിച്ചെടുത്തോ. കുഞ്ഞാനാളിൽ കൊച്ചിനെയും കൊണ്ട് കൈ പിടിച്ച് പള്ളിയിൽ വന്നാൽ വലിയ പ്രായം ആകുമ്പോ നമ്മുടെ കൈ പിടിച്ച് കൊച്ചു പള്ളിയിൽ വരും. ഇല്ലെങ്കിൽ കുത്ത് നമ്മൾ നവോമിയാവണം. സൃഷ്ടിക്കുന്ന ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാക്കി വെക്കണം. റിമെമ്പറബിൾ ആവണം. 3, റെക്കമെൻഡബിൾ ആവണം. നമ്മൾ കണ്ടാൽ നമ്മൾ യോഗ്യതയുള്ളവരാണെന്ന് സാക്ഷ്യം പറയുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ടാവണം. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ റെക്കമെൻഡബിൾ ആണോ? നമ്മുടെ ജീവിതത്തെ ആർക്കെങ്കിലും വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇന്നിപ്പോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് രസമായിട്ട് തോന്നിയിട്ടുണ്ടേ,
ഈ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാലേ അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. പക്ഷപാത രോഗിയെ ചുമന്നുകൊണ്ടുവരുന്ന കഥ. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ വായിക്കോ? ഞാൻ ഈ വായിക്കണം എന്നൊക്കെ നിങ്ങൾ വായിക്കോ? എൻ്റെ ദൈവമേ, ഇന്ന് രാത്രി വായിക്കാത്ത എല്ലാത്തിൻ്റെ ഉറക്കം പോണേ. അത്രയും മതിയല്ലോ. ശരി. അപ്പൊ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ പക്ഷപാത രോഗിയെ മേൽപ്പുര പൊഴിച്ച് താഴോട്ടിറക്കിയ കഥയാണ്. അവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ആദ്യത്തെ വാചകങ്ങളിൽ അവിടെ സൂചി കൊത്താൻ ഇടമുണ്ടായിരുന്നില്ല. അങ്ങനെയാണോ എഴുതിയേക്കുന്നത്? അങ്ങനെയല്ല, അർത്ഥം അതാണ് അല്ലേ. അവിടെ ഒരു ശകലം പോലും സ്ഥലമില്ല, വാതിലൊന്നും ഒരൊട്ടും ഇടയില്ല, ഒരിടത്തും സ്ഥലമില്ല. അങ്ങനെ ഇടിച്ചിടിച്ച് ആളുകൾ നിൽക്കുന്നത് കൊണ്ടാണ് മേളിയും താഴോട്ട് ഇറക്കേണ്ടി വന്നത്. അങ്ങനെ ഇതിനെ താഴോട്ട് ഇറക്കുമ്പോൾ അവിടെ 6-ാമത്തെ വാക്യത്തിൽ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. അവിടെ കുറെ ശാസ്ത്രിമാർ ഇരുന്നിരുന്നു. അവിടെ കുറെ ശാസ്ത്രിമാര് ഇരുന്നു. അങ്ങനെയാണ്. സൂചി കൊത്താൻ ഇടമില്ലാത്തിടത്ത് അവരെന്തോ ചെയ്യുക? കസേരയിട്ട് ഇരിക്കാൻ. ഇത് റെക്കമെൻഡബിൾ അല്ല. സൂചി കുത്താൻ ഇടമില്ലാത്തിടത്ത് നീ ഇരിക്കുകയാണ്, അത് പാടില്ല കേട്ടോ. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അനുചിതമായ ഇരുത്തങ്ങൾ നല്ലതല്ല, അനുചിതമായ ഇരിപ്പിടങ്ങളും നല്ലതല്ല. ഇരിക്കേണ്ടിടത്ത് ഇരിക്കുകയും നിൽക്കേണ്ടിടത്ത് നിൽക്കുകയും വഴികാട്ടേണ്ടിടത്ത് വഴികാട്ടുകയും വഴി കൊടുക്കേണ്ടിടത്ത് വഴി കൊടുക്കുകയും ചെയ്യുന്നതാണ് റെക്കമെൻഡബിൾ. എന്നാൽ അതേ പുസ്തകത്തിൽ അതേ ഭാഗത്ത് തന്നെ വേറെ 4 പേരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട ഉടനെ അവർ ഓടിയത് യേശുവിന്റെ അടുക്കലേക്കല്ല, അവർ ഓടിയത് ഒരു പക്ഷപാത രോഗിയുടെ അടുത്തേക്കാ. അവരോടി യേശു വരുന്നു എന്ന് കേട്ടപ്പോ യേശുവിന്റെ അത്ഭുതം കാണാൻ വേണ്ടി ബൈനോക്കുലറും പിടിച്ച് നിൽക്കാതെ കസരയും വിട്ട് അവിടെ ഇരിക്കാതെ അവർ നേരെ ഓടി ഈ യേശുവിനെ കൊണ്ട് ആവശ്യമുള്ള ഞങ്ങളുടെ ഒരു സഹോദരനുണ്ട്, ഹല്ലേലൂയ, അവനെ എടുത്തോണ്ട് വന്നു. റെക്കമെൻഡബിൾ. ഇതാണ് റെക്കമെൻഡബിൾ. ക്ലിയർ ആയോ? ഞാനും നിങ്ങളും റെക്കമെൻഡബിൾ ആവണം. അപ്പോൾ റിമാർക്കബിൾ ആവണം, റിമെമ്പറബിൾ ആകണം, റെക്കമെൻഡബിൾ ആവണം. അപ്പോഴാണ് ക്രിസ്തീയ ജീവിതം ധന്യപ്പെടുക. ഒരൊറ്റ അവസാനിപ്പിച്ചേക്കാം. അപ്പോൾ 1, പ്രാർത്ഥനയിൽ ഹന്നായെ പോലെ പ്രാർത്ഥനയിലാവണം. 2, നമ്മുടെ കുടുംബജീവിതത്തിൽ കൂട്ടായ്മ ജീവിതത്തിൽ നമ്മൾ നവോമിയായി മാറണം. 3, നമ്മുടെ സ്വന്തം ജീവിതാനുഭവങ്ങളിലുണ്ടല്ലോ നമ്മൾ ആരായി മാറണം എന്നറിയാമോ? വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ മറിയയായി മാറണം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ ആ പെങ്കൊച്ച് വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. എന്താ നിന്റെ വാക്ക്? നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഇസ്രായേലിന്റെ ക്രമം അനുസരിച്ച് ഭർത്താവില്ലാതെ ഒരു സ്ത്രീ ഗർഭവതിയായാൽ അവൾ വ്യഭിചാരിണിയാണ്. വ്യഭിചാരണ കുറ്റത്തിന് ഒരു സ്ത്രീയെ പിടിച്ചാൽ ചെയ്യാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അത് മോശയുടെ ന്യായപ്രമാണത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം. ഇവിടെ ഒരു സ്ത്രീ പറയാണ് നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ മരിച്ചാലും വേണ്ടില്ല, ഞാൻ ചത്താലും വേണ്ടില്ല, ഞാൻ ഇല്ലാണ്ടായാലും വേണ്ടില്ല, നീ പറഞ്ഞതുപോലെ ദൈവം പറഞ്ഞതുപോലെ നടക്കണമെന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്മവിശ്വാസം, ഒരു ആത്മവിശ്വാസം അതുണ്ടാവണം എനിക്കും നിങ്ങൾക്കും. ഹല്ലേലൂയ. കല്ലേറുകൾ ഒരുപാട് വഴികളിലൂടെയാ നമ്മൾ സഞ്ചരിച്ചു പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാ തമ്പുരാൻ കർത്താവ് പറഞ്ഞത്, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവരെന്തോ ചെയ്യണം? എന്നെ അനുഗമിക്കുന്നതിന് മുമ്പ് കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരണമെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച, കുറെ കാലമായി, എന്നാൽ ആ പുസ്തകം വീണ്ടും എൻ്റെ കയ്യിൽ വന്നു. ആ പുസ്തകത്തിന്റെ പേര് നോ ഹാൻഡിൽ ഓൺ ദ ക്രോസ് എന്നാണ്. നോ ഹാൻഡിൽ ഓൺ ദ ക്രോസ്. നല്ലൊരു ധ്യാന പുസ്തകമാണ്, ജാപ്പനീസ് എഴുത്തുകാരനാണ്. ആ മനുഷ്യന്റെ പുസ്തകത്തിന്റെ പേര് വായിച്ചാൽ മതി, അതൊരു ധ്യാനമാണ്. എന്താണ്? നോ ഹാൻഡിൽ ഓൺ ദ ക്രൂശിന് എന്തില്ല? പിടിയില്ല. ക്രൂശിന് പിടിയില്ലാത്തത് എന്തുകൊണ്ടാ? അത് തൂക്കി പിടിച്ചുകൊണ്ട് നടക്കാനുള്ള സാധനം അല്ലാത്തത് കൊണ്ടാ. പിന്നെ ക്രൂശ് എങ്ങനെ കൊണ്ടുപോകണം? അത് തോളിൽ വെച്ചുകൊണ്ട് പോകേണ്ടതാ. ഈ ക്രിസ്തുവിന്റെ വഴി ക്രൂശ് തോളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന വഴിയാ. എന്നാൽ പേടിക്കേണ്ടതില്ല. പഴയതുപോലെ ഞാൻ നിങ്ങൾ നടക്കുന്ന വഴിയിൽ മുള്ളും പറക്കാരകളും ഉണ്ടെങ്കിലും അത് നമ്മളെ നോവിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? ഒരുവൻ നമുക്ക് മുമ്പേ ഈ വഴിയിലൂടെ സഞ്ചരിച്ചു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. അവന്റെ കാലിൽ ഈ മുള്ളു കൊണ്ടതാണ്, അതിന്റെ മുന
ഒടിഞ്ഞിട്ടുണ്ട്. അവൻ ഈ പാറകളിലൂടെ നടന്നതാണ്, അതിന്റെ പരിപരിപ്പ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുമ്പോൾ ക്രിസ്തുവിനുണ്ടായ വേദനയൊന്നും നമുക്കുണ്ടാകാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ഈ വേദനയുടെ നടുവിൽ നിൽക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന്റെ പേരാണ് ആത്മവിശ്വാസം. അതുള്ളവളാണ് മറിയ. അതുകൊണ്ടാണ് അവൾ പറയുന്നത്, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കണം, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കണം. ആ 1-ാം അധ്യായം തന്നെ അതിന്റെ 50-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവളൊരു പാട്ട് പാടുകയാണ്. ആത്മാവിൽ പാടുന്ന ആ പാട്ടിന്റെ ആ വാക്ക് നമ്മൾ ഓർക്കേണ്ടതാണ്. 50-ാമത്തെ വാക്യം എന്താ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 50-ാമത്തെ വാക്യം. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറയായിട്ടുണ്ടാകും. കല്ലേറ് കൊണ്ട് മരിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു പെങ്കൊച്ചു പറയുകയാണ്, തലമുറയായി കൃപ വരുമെന്ന്. ഹല്ലേലൂയ. ഞാൻ മരിക്കാൻ നിൽക്കുമ്പോൾ അടുത്ത തലമുറയെ കുറിച്ച് കാണുന്ന സ്വപ്നത്തിന്റെ പേരാണ് ആത്മവിശ്വാസം. ഹല്ലേലൂയ. ഞാൻ മരിക്കാൻ നിൽക്കുമ്പോഴും അടുത്ത തലമുറയെ കുറിച്ചുള്ള ദൈവവിചാരത്തിന്റെ പേരാണ് ആത്മവിശ്വാസം. ഇതുണ്ടാവണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ. ഹല്ലേലൂയ. ഇത് ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചു കൊടുക്കുന്നുണ്ട് പല മനുഷ്യർക്കും. ഒറ്റ സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ അവസാനത്തെ ഖണ്ഡികയിലേക്ക് വരുമ്പോൾ 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അതൊരു മരണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ് അല്ലേ? ഒരു മരണവുമായി ബന്ധപ്പെട്ട സംഭവം. അതിന്റെ തൊട്ടുമുകളിലുള്ള ഭാഗം 20 മുതൽ വായിച്ചു കഴിഞ്ഞാൽ ഒരു രക്തസ്രാവക്കാരിയായ സ്ത്രീ. അതിനു മുമ്പുള്ള 1 മുതൽ ഉള്ള വാക്യങ്ങൾ വായിച്ചാൽ എന്താണ്? ഭൂതഗ്രസ്തനായ മനുഷ്യന്റെ കഥ ആണോ? മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഭൂതഗ്രസ്തനായ മനുഷ്യന്റെ കഥയാണ്. ആ കഥയിൽ ആ ഭൂതഗ്രസ്തന്റെ ഒറ്റ പ്രത്യേകത ഞാൻ പറയാം. നിങ്ങൾ ഭൂതഗ്രസ്തൻ വായിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ലഗ്യോൻ ബാധിച്ചവെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഭൂതത്തെ കണ്ടിട്ടുണ്ടോ? കണ്ണാടി നോക്കുമ്പോൾ കാണുന്ന കാര്യമല്ല. ഭൂതത്തെ പണ്ട് ഈ ഓനിഡ ടിവിയുടെ പരസ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറ കണ്ടിട്ടില്ല, പഴയ തലമുറ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് ഓനിഡ ടിവിയുടെ പരസ്യം. കൊമ്പും വാലൊക്കെ ഉള്ള സാധനം വന്നിട്ട് ഇങ്ങനെ കുന്തൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ നമ്മൾ പണ്ട് വിചാരിച്ചത് ഭൂതം ഇതാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അത് തന്നെയാണോ ഭൂതം എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഇപ്പോൾ ടി വി ഇല്ലാത്തതുകൊണ്ട് അറിയുകയല്ല. അപ്പോൾ അവൻ ഭൂതഗ്രസ്തനാണെന്നാണ് പറയുന്നത്. ഇവൻ ഭൂതഗ്രസ്തനാണെന്ന് ഇവനെ വിളിക്കാനുള്ള കാരണം എന്താ? കാരണങ്ങൾ ഓരോന്നും ഞാൻ പറയാം. ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത് അവന്റെ പാർപ്പ് കല്ലറയിലായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ കല്ലറയെ പാർക്കുകയാണെങ്കിൽ എന്താണ്? ഭൂതാണെന്ന് അവിടെ പറഞ്ഞു വെക്കുന്നത്, പറയാതെ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ കല്ലറയെ പാർക്കുന്നവരാണോ? നമ്മൾ ഭൂതങ്ങളാണോ? അല്ല. ഓർക്ക പറഞ്ഞു, നമ്മൾ ഭൂതങ്ങളും അല്ല, നമ്മൾ കല്ലറയെ പാർക്കുന്നവരും അല്ല. അപ്പൊ ഈ കല്ലറയെ പാർക്കുന്ന അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ല കേട്ടോ. അവിടെ ഈ കല്ലറയിലോട്ട് പോകുന്ന ഇഷ്ടമാണോ? കല്ലറയിലോട്ടെ പോകുന്നത് ഇഷ്ടമാണോ? വെറുതെ പൂ വെക്കാനും പുല്ല് പറിക്കാനും പോകുന്ന കഥയല്ല ഞാൻ ഈ പറഞ്ഞത്. ഈ കാലും കൈയൊക്കെ കെട്ടി മൂക്കിനകത്ത് പഞ്ഞൊക്കെ വെച്ച് പോകുന്നേ ഞാനും എൻ ഗ്രഹം എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി നമ്മളെ കൊണ്ടുപോകുന്നൊരു സീനുണ്ടല്ലോ, അങ്ങനെ പോകുന്ന ഇഷ്ടമാണോ? അല്ല, എനിക്കറിയാം. കാരണം കർത്താവെ പറന്ന് ഞങ്ങൾ ഇതാ വരുന്നേ എന്നൊക്കെ ചുമ്മാ പാടുന്നതാ. കർത്താവ് അവിടെ കണ്ടിട്ട് മോനെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും, അങ്ങനെ പറയരുത്, എനിക്കൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആർക്കും എങ്ങോട്ട് പോകുന്ന ഇഷ്ടമല്ല, കല്ലറയിലോട്ട് പോകുന്ന ഇഷ്ടമല്ല. കല്ലറയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്ന ഇഷ്ടമാണോ? മനസ്സിലായില്ല. ഇന്ന് രാത്രി 12 മണി മുമ്പേ പറഞ്ഞ പോലെ 12 മണി നല്ല ഉറക്കം. നമ്മൾ പണ്ട് കല്ലറെ കൊണ്ടുവച്ച ഒരാൾ, പണ്ട് നമ്മൾ കല്ലറെ കൊണ്ടുവച്ച് സീൽ ചെയ്ത് ചങ്ങലയിട്ട് പൂട്ടി വെച്ച ഒരാൾ രാത്രി 12 മണിക്ക് നമ്മുടെ കാൽക്കൽ വന്നിട്ട് തട്ടി വിളിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല. നാളെ രാവിലെ ഇവിടെ വേറൊരു ശവസംസ്കാര ശുശ്രൂഷ നടക്കും. GGH പണിയാവും. ഈ അച്ഛന്മാര് മോർച്ചറി പ്രാർത്ഥിച്ച് കുഴപ്പത്തിലാവും, കൺവെൻഷൻ മാറ്റി വെക്കും. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കല്ലറയിലോട്ട് പോകുന്നതും ഇഷ്ടമല്ല, കല്ലറയിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നതും ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന്റെ പാർപ്പ് കല്ലറയിലായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആരുടെ അടുത്തോട്ട് പോകുന്നതും അവന് ഇഷ്ടമല്ല, ആരും അവന്റെ അടുക്കലോട്ട് വരുന്നതും ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും അവന് ഇല്ല. ആത്മവിശ്വാസം ഇല്ലാതാകുന്നത് ഇങ്ങനെയാണ്. ഈ പെങ്കൊച്ചിന് കർത്താവിനാൽ ഗർഭം ധരിക്കാൻ പോകുന്ന അറിഞ്ഞപ്പോ അവൾ ഉടനെ ആഗ്രഹിക്കുന്ന എന്താ അറിയാമോ? ദൂരെ ഒരുവളുണ്ട്,
അവളുടെ അടുക്കലേക്ക് പോകണം. എനിക്കൊരു കൂട്ടായ്മ ആവശ്യമുണ്ട്. ആ കൂട്ടായ്മയിൽ നിൽക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് തുള്ളി മറിയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായില്ലേ? ഹല്ലേലൂയ. ആ കൂട്ടായ്മയുടെ അവസാനമുണ്ടാകുന്ന പാട്ടിൽ അവൾ പറയുന്നത്, തലമുറ തലമുറയായിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. എനിക്കും നിങ്ങൾക്ക് നല്ല കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ, എനിക്കും നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് ക്രിസ്തീയ അനുഭവത്തിലായിരിക്കുമ്പോൾ, ക്രിസ്തീയ ചരട് കൊണ്ട് അത് ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ, എനിക്കും നിങ്ങൾക്കും ആത്മവിശ്വാസം ഉണ്ടാകും. ഞാനും നിങ്ങളും മറിയയെ പോലെ പാട്ടുപാടുന്നവരായി മാറും. ഞാനും നിങ്ങളും വ്യക്തിപരമായ ജീവിതത്തിൽ ആത്മവിശ്വാസമുള്ള മറിയമാരായി മാറണം. പ്രാർത്ഥനയിൽ ഹന്നയാവണം, കുടുംബത്തിൽ നവോമിയാകണം, ജീവിതത്തിൽ മറിയയാവണം. ഹല്ലേലൂയ. സമ്മതിച്ചോ? അങ്ങനെ ആയാൽ നമ്മൾ കോറസായിട്ട് നിന്നിട്ട് ഈ 3 പേരും ദാവീദും നമ്മളും കൂടെ നിന്ന് കോറസായിട്ട് പാടും. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. അപ്പോൾ നമ്മൾ തലമുറകളെ വിളിക്കും, മക്കളെ വന്ന് ഞങ്ങൾക്ക് ചെവി തരിക, ഞങ്ങൾ അനുഭവിച്ച ദൈവകൃപയെക്കുറിച്ച് ഞങ്ങൾ പറയാം. എന്നിട്ട് നമ്മൾ പറയും എന്താ നമ്മൾ അനുഭവിച്ചതെന്നും അനുഭവിക്കാൻ പോകുന്നതെന്നും. അതാണ് 22-ാം വാക്യം നമ്മൾ പറഞ്ഞത്. എന്താണ്? ഓ, അവനെ ഭയപ്പെടുന്ന ദൈവപൈതലിനോടുകൂടെ അവന്റെ കരുണയും കൃപയും എല്ലാ കാലവും ഉണ്ടാവും. സമ്മതിച്ചോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേൽക്കാം. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. നമ്മൾ ഒന്നിച്ച് പാടാനായിട്ട് പോവുകയാണ്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ടും പോവുകയാണ്.